ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, മിസ്ബ 4 കർത്താവ് നമ്മുടെ സഭയ്ക്ക് വേണ്ടി ഒരുക്കിയ കൃപയുടെ ശുശ്രൂഷയാണ് മിസ്ബ ശുശ്രൂഷകളെല്ലാം. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 1 മുതൽ 8 വരെ മിസ്ബ 1 ആദ്യമായി നമ്മുടെ സഭയ്ക്കും സമൂഹത്തിനുമായി പരിശുദ്ധാത്മാവ് നൽകി. ബഹുമാനപ്പെട്ട സേവ്യർ കൺവട്ടായിലച്ചൻ്റെ ആത്മീയ നേതൃത്വത്തിൽ നമ്മുടെ സഭയും സമൂഹവും സമുദായവും നേരിടുന്ന പ്രതിസന്ധികൾ, വെല്ലുവിളികൾ, നമ്മുടെ സഭയുടെ നാശം ആഗ്രഹിക്കുന്ന തിന്മയുടെ ശക്തികൾ, ഇതിനെക്കുറിച്ചൊരു പ്രവാചക ശബ്ദത്തോടെ ബഹുമാനപ്പെട്ട വട്ടായിലച്ചൻ മിസ്ബ 1 ശുശ്രൂഷയിൽ വളരെ ശക്തമായി ദൈവത്തിൻ്റെ ദൂത് നമ്മൾ അറിയിക്കുകയായിരുന്നു. ഈ 8 നോമ്പ് തിരുനാളിനോട് ബന്ധപ്പെട്ട് മിസ്ബ 4 കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം നമ്മുടെ സമുദായവും സഭയും നേരിടുന്ന അകത്തു നിന്നും പുറത്തു നിന്നും സഭയ്ക്കുണ്ടാകുന്ന പ്രതിസന്ധികൾ, വെല്ലുവിളികൾ, തകർച്ചകൾ, സഭയുടെ നാശം ആഗ്രഹിക്കുന്ന തിന്മയുടെ ശക്തികളെക്കുറിച്ച് നമ്മൾ പല രീതിയിൽ ബഹുമാനപ്പെട്ട വൈദികരിലൂടെയും മറ്റു പലരിലൂടെയും കർത്താവ് നമ്മളെ കേൾപ്പിക്കുകയായിരുന്നു. ഇതൊരു ധ്യാന പ്രഭാഷണത്തേക്കാൾ ഉപരിയായി നമ്മുടെ സമൂഹവും സമുദായം നേരിടുന്ന പ്രശ്നങ്ങളെ നമ്മുടെ ജനത്തെ കൂടുതൽ ബോധവൽക്കരിക്കുകയായിരുന്നു. 8 നോമ്പിൻ്റെ ചൈതന്യം. കാരണം അമ്മ മാതാവ് ബഹുമാനപ്പെട്ട നോബിളച്ചൻ വളരെ വ്യക്തമായി നമ്മോട് പറഞ്ഞു, 8 നോമ്പ് ഈ ഒരു ചൈതന്യം എങ്ങനെയാണ് നമ്മുടെ സഭയിലേക്ക് കടന്നു വന്നതെന്ന്. സഭയുടെ നാശം ആഗ്രഹിച്ച്, സഭയുടെ തളർച്ചയ്ക്ക് വേണ്ടി, സഭയെ തകർക്കുവാൻ വേണ്ടി പരിശ്രമിച്ച ചില ഭാഗ്യശക്തികൾ, പ്രത്യേകിച്ച് ഇസ്ലാം തീവ്രവാദ ശക്തികളൊക്കെ പ്രബലപ്പെട്ട സമയങ്ങളിൽ നമ്മുടെ അമ്മമാരുടെ, സഹോദരിമാരുടെ അവരുടെ ശുദ്ധത എന്ന പുണ്യം നഷ്ടപ്പെടാതിരിക്കാൻ നമ്മുടെ സഹോദരിമാരും അമ്മമാരൊക്കെ പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്ന് നോമ്പെടുത്ത് വ്രതമെടുത്ത് അവർ തീഷ്ണതയോടെ പ്രാർത്ഥിച്ച ചരിത്രം നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ നമ്മുടെ സഭാ സമൂഹത്തിലുണ്ട്. അത്ഭുതകരമായ അമ്മ മാതാവിലൂടെ സ്വർഗം അവർക്ക് വിജയം കൊടുക്കുകയും സംരക്ഷണം കൊടുക്കുകയും ചെയ്തു. ഇതിൻ്റെ അനുസ്മരണമാണ് 8 നോമ്പ് നമ്മൾ ഇന്ന് കാണുന്ന ഈ രീതിയിൽ സഭയിൽ ആചരിച്ചു വരുന്നത്. അപ്പം എന്തുകൊണ്ടും നമ്മുടെ സഭയും സമൂഹവും സമുദായം നേരിടുന്ന പ്രശ്നങ്ങൾ, പ്രതിബന്ധങ്ങൾ, വെല്ലുവിളികൾ അമ്മ മാതാവിൻ്റെ നിറഞ്ഞ സാന്നിധ്യത്തിൽ ചിന്തിച്ച് ധ്യാനിച്ച് അതിനുവേണ്ട യഥാർത്ഥ പരിഹാര മാർഗങ്ങളിലേക്ക് പരിശുദ്ധാത്മ നമ്മളെ നയിക്കുന്ന ദിനങ്ങളായിരുന്നു. ഇന്ന് പ്രത്യേകമായി നമ്മൾ അതിൻ്റെ ആത്മീയ തലങ്ങളിലേക്ക് ആത്മാവ് നയിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിന് ബലക്ഷയം ഉണ്ടാകുന്നത്? സഭയ്ക്കകത്തുനിന്നും പുറത്തുനിന്നും ഇതുപോലെ പ്രശ്നങ്ങളും പ്രതിസന്ധികൾ എന്തുകൊണ്ടാണ് തിരുസഭയ്ക്ക് നേരിടേണ്ടി വരുന്നത്? എവിടെയാണ് നമുക്ക് പ്രശ്നം ഭവിച്ചിരിക്കുന്നത്? നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കർത്താവിൻ്റെ ശക്തമായ സാന്നിധ്യത്താൽ സഭ സംരക്ഷിക്കപ്പെടുവാൻ, കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളാൽ കർത്താവിൻ്റെ ജനം കൂടുതൽ കൂടുതൽ പരിശുദ്ധാത്മാവിൽ കരുത്തു പ്രാപിക്കുവാൻ, കർത്താവിൻ്റെ സമൂഹങ്ങളും കുടുംബങ്ങളും ആഴമേറിയ ദൈവാനുഭവത്തിൽ നിറയപ്പെടുവാൻ ദൈവത്തിൻ്റെ ജനമായ നമ്മൾ എന്തു ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് ദൈവവചനത്തിലൂടെ നമ്മൾ അറിയിക്കുകയാണ്. നമുക്ക് വലിയ സ്നേഹത്തോടെ ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളിലേക്കും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഒത്തിരിയേറെ സ്നേഹത്തോടെ എൻ്റെ എല്ലാ സഹോദരി സഹോദരങ്ങളെയും സ്വാഗതം ചെയ്യുകയാണ്. 80-ാം സങ്കീർത്തനം 7-ാം വചനത്തിൽ ഇപ്രകാരം ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്. 80-ാം സങ്കീർത്തനം 7-ാം വചനം എന്താ പരിശുദ്ധാത്മ പറയുന്നത്? സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. നമ്മൾ കർത്താവിനോട് നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണിത്. കർത്താവേ,
ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. കർത്താവ് ഞങ്ങളെ സഭയെ പുനരുദ്ധരിക്കണമേ. സ്നേഹത്തിൽ, ഐക്യത്തിൽ, സമാധാനത്തിൽ, കൂട്ടായ്മയിൽ, പ്രാർത്ഥനയിൽ, വിശുദ്ധിയിൽ, വിശ്വാസത്തിൽ, വിശ്വസ്തതയിൽ കർത്താവേ സഭയെ പുനരുദ്ധരിക്കണമേ. കുടുംബങ്ങളെ പുനരുദ്ധരിക്കണമേ. സമർപ്പിത സമൂഹങ്ങളെ പുനരുദ്ധരിക്കണമേ. ആത്മീയ കൂട്ടായ്മകളെ പുനരുദ്ധരിക്കണമേ. ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരും ഒരിക്കൽ കൂടെ പറഞ്ഞേ, കർത്താവേ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. തിരുസഭയെ പുനരുദ്ധരിക്കണമേ. സമർപ്പിത സമൂഹങ്ങളെ പുനരുദ്ധരിക്കണമേ. പ്രാർത്ഥനയുടെ ആത്മാവിനാ, പരിത്യാഗത്തിന്റെ ആത്മാവിനാ, ദൈവവചനത്തിന്റെ ആത്മാവിനാ, ദൈവശക്തിയുടെ ആത്മാവിനാ കർത്താവേ സഭാ സമൂഹങ്ങളെ, കൂട്ടായ്മകളെ, കുടുംബങ്ങളെ പുനരുദ്ധരിക്കണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈ ഒരു പ്രാർത്ഥനയോടെ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായം 31-ാം വചനത്തിൽ ദൈവത്തിന്റെ അരൂപി നമ്മോട് സംസാരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് സഭയുടെ ആത്മാവാണ്. പരിശുദ്ധാത്മാവാണ് സഭയെ നയിക്കുന്നത്. നമ്മൾ കർത്താവിന്റെ പദ്ധതിയിൽ ഉറച്ചു നിന്നാൽ ഒരു തിന്മയ്ക്കും, ഒരു ശക്തിക്കും, ഒരു തീവ്രവാദ ശക്തിക്കോ, നിരീശ്വര ശക്തിക്കോ, മറ്റ് സെക്യുലർ ശക്തികൾക്കോ ഒന്നിനും നമ്മെ ക്ഷയിപ്പിക്കുവാനോ, തകർക്കുവാനോ, നശിപ്പിക്കുവാനോ സാധിക്കുകയില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് സർവശക്തനായ ദൈവമാണ്. അവിടത്തേക്ക് എല്ലാം സാധ്യമാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 9:31 ദൈവത്തിന്റെ വചനം പറയും, അങ്ങനെ യൂദയ, ഗലീലി, സമരിയ എന്നിവിടങ്ങളിലെ സഭയിൽ സമാധാനമുളവായി. അത് ശക്തി പ്രാപിച്ച് ദൈവഭയത്തിലും പരിശുദ്ധാത്മാവ് നൽകിയ സമാശ്വാസത്തിലും വളർന്നു വികസിച്ചു. നമുക്ക് ഇപ്രകാരം ഒന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ. എല്ലാ തീവ്രവാദ ശക്തികളിൽ നിന്ന് സഭയെ പരിരക്ഷിക്കണമേ. പരിശുദ്ധാത്മാവേ ലോകത്തിന്റെ എല്ലാവിധ തിരിച്ചടികളിൽ നിന്നും സഭയെ സംരക്ഷിക്കണമേ. സഭാ സമൂഹങ്ങളെ സംരക്ഷിക്കണമേ. സഭയുടെ കുടുംബങ്ങളെ സംരക്ഷിക്കണമേ. കുടുംബങ്ങളെ സംരക്ഷിക്കണമേ. ഹല്ലേലൂയ. 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 പരിശുദ്ധാത്മാവേ വരണമേ. ആയിരങ്ങളിലേക്ക് വരണമേ. പതിനായിരങ്ങളിലേക്ക് വരണമേ. തിരുസഭയിലേക്ക് വരണമേ. സമർപ്പിത സമൂഹങ്ങളിലേക്ക് വരണമേ. പരിശുദ്ധാത്മാവേ ശക്തിയോടെ വരണമേ. ഹല്ലേലൂയ. 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 കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു. യേശുവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പോൽ ആത്മാവേ അധിക ബലം തരണേ. ഹോളി സ്പിരിറ്റ് ആദിയിലെന്ന പോൽ ആത്മാവേ സഭാ സമൂഹങ്ങളിലേക്ക് ആത്മാവിനെ വിളിക്കുക. തരണേ. സഭയെ പീഡിപ്പിക്കുന്ന
പീഡിപ്പിക്കുന്ന എല്ലാ പീഡകരിലേക്കും, എല്ലാ മത തീവ്രവാദികളിലേക്കും, എല്ലാ നിരീശ്വരവാദികളിലും, എല്ലാ ഭൗതികവാദികള്, യുക്തിവാദികള്, തിരുസഭയുടെ നാശം ആഗ്രഹിക്കുന്ന എല്ലാ ആത്മാക്കളിലേക്കും പരിശുദ്ധാത്മ വർഷം ഉണ്ടാകട്ടെ, പരിശുദ്ധാത്മ നിറവുണ്ടാകട്ടെ, പരിശുദ്ധാത്മ തീ പടരട്ടെ. നമ്മൾ ഒരിക്കൽ കൂടെ വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ നിറയണമേ, നിറയണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ ആയിരങ്ങളെ ബലപ്പെടുത്തണമേ, പതിനായിരങ്ങളെ ശക്തിപ്പെടുത്തണമേ, സഭാ സമൂഹങ്ങളെ ബലപ്പെടുത്തുക. പരിശുദ്ധാത്മാവേ, അഭിയുന്ന പിതാക്കന്മാരെ ശക്തിപ്പെടുത്തുക, വന്യവൈദികരെ ശക്തിപ്പെടുത്തുക, കർത്താവേ സമർപ്പിതരെ ബലപ്പെടുത്തുക. ഈശോ, 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 ഈശോ. കർത്താവേ കുടുംബസ്ഥരെ ബലപ്പെടുത്തുക. വരിക പരിശുദ്ധാത്മാവേ, വരിക പരിശുദ്ധാത്മാവേ, വരിക പരിശുദ്ധാത്മാവേ. ഇരു കരങ്ങളും ഉയർത്തി സഭാ സമൂഹങ്ങളിലേക്ക്, സഭയുടെ കൂട്ടായ്മകളിലേക്ക്, സഭയെ അറ്റാക്ക് ചെയ്യുന്ന എല്ലാ തിന്മയുടെ ശക്തികളിലേക്ക്, തീവ്രവാദ സംഘടനകള്, നിരീശ്വര സംഘടനകള്, യുക്തിവാദ പ്രസ്ഥാനങ്ങള്, എല്ലാ തലങ്ങളിലേക്ക് ആത്മാവ് വരട്ടെ, പരിശുദ്ധാത്മാവ് വരട്ടെ, അഭിഷേകം ഇറങ്ങട്ടെ, തീ കത്തട്ടെ, ആത്മാവിന്റെ കാറ്റടിക്കട്ടെ. കരമുയർത്തി വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഈശോയെ, ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. സഭയുടെ അമ്മയായ പരിശുദ്ധ കന്യകാമാതാവേ, അമ്മ മാതാവിന്റെ മധ്യസ്ഥതയാൽ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് തിരുസഭയെ സമർപ്പിക്കുന്നു. സഭയുടെ നാശം ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. അമ്മേ, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സഭ സംരക്ഷിക്കപ്പെടുവാൻ, സഭാ മക്കളെല്ലാം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു ജീവിക്കുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. ആമേൻ, ആമേൻ. എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ അമ്മ മാതാവിൻ്റെ ജനന തിരുനാൾ ഏറെ ആനന്ദത്തോടെ ആശംസിക്കുകയാണ്. അമ്മ മാതാവിലുണ്ടായിരുന്ന സകല പുണ്യങ്ങളാലും പരിശുദ്ധ ത്രിത്വം നമ്മെ സമ്പന്നമാക്കട്ടെ. നമുക്ക് കർത്താവിൻ്റെ തിരുവചനത്തിലൂടെ യാത്ര ചെയ്യാം. ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, 73-ാം സങ്കീർത്തനം, അവിടെ 4 മുതൽ 8 വരെയുള്ള വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്ന് അനേകര് ചിന്തിക്കുന്ന ഒരു ചിന്തയുണ്ട്, എന്തുകൊണ്ടാണ് സഭയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? സഭയിൽ നിന്ന് ഒരുപാട് മുറിവേൽക്കുന്നു, സഭയ്ക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു, സഭ ആക്രമിക്കപ്പെടുന്നു, സഭ കൊള്ളയടിക്കപ്പെടുന്നു, സഭയുടെ ദേവാലയങ്ങൾ തകർക്കപ്പെടുന്നു, ദൈവജനം ചിതറിക്കപ്പെടുന്നു, ആയിരങ്ങളെ വധിക്കുന്നു, ഒരുപാട് നഷ്ടങ്ങൾ, അനൈക്യം, ഭിന്നത, വിഭാഗീയത, സ്നേഹം തണുത്തുറഞ്ഞു പോകുന്ന അവസ്ഥ. കർത്താവേ, സഭയ്ക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പലപ്പോഴും സംഭവിക്കുന്നത്? പലർക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇങ്ങനെ ആശയക്കുഴപ്പത്തിലും സംശയത്തിലും പലവിധത്തിലുള്ള ചിന്താകുലങ്ങളിലും വേദനിക്കുന്ന അനേകം ആയിരങ്ങൾ ഈ കാലഘട്ടത്തിലുണ്ട്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം പറയാണ്, 73-ാം സങ്കീർത്തനം 4 മുതൽ 8 വരെയുള്ള വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അങ്ങയുടെ വൈരികൾ അങ്ങയുടെ വിശുദ്ധ സ്ഥലത്തിൻ്റെ നടുവിൽ അലറി, അവിടെ അവർ തങ്ങളുടെ വിജയക്കൊടി നാട്ടി. മരം വെട്ടുകാർ മരം മുറിക്കുന്നത് പോലെ അവർ ദേവാലയത്തിന്റെ കവാടത്തിൽ കടഞ്ഞെടുത്ത അഴികൾ മഴുകൊണ്ടു തകർത്തു. അങ്ങയുടെ ആലയത്തിന് അവർ തീ വെച്ചു. അങ്ങയുടെ നാമം വസിക്കുന്ന ശ്രീകോവിൽ അവർ ഇടിച്ചു നിരത്തി അശുദ്ധമാക്കി. അവരെ നമുക്ക് കീഴടക്കാമെന്ന് അവർ തങ്ങളോട് തന്നെ പറഞ്ഞു. ദേശത്തെ ആരാധന കേന്ദ്രങ്ങളെല്ലാം
അവർ അഗ്നിക്കിരയാക്കി. നമ്മൾ ഇന്ന് വിവിധങ്ങളായ മാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം ലോകമെമ്പാടും നടമാടുന്ന ക്രൈസ്തവർക്കെതിരായുള്ള ആക്രമണങ്ങൾ, നമ്മുടെ ക്രൈസ്തവ ദേവാലയങ്ങൾ തീവെക്കുന്നു, ക്രൈസ്തവ സഹോദരങ്ങളെ പീഡിപ്പിക്കുന്നു, നശിപ്പിക്കുന്നു, കൊല്ലുന്നു, തകർക്കുന്നു. എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? വൈരികൾ പരിശുദ്ധമായ ആലയത്തിന് നടുവിൽ നിന്ന് അവർ അലറുകയാണ്, അവർ മുറവിളി കൂട്ടുകയാണ്, അവർ ദേവാലയങ്ങൾ തീവെച്ച് നശിപ്പിക്കുകയാണ്, ദൈവജനത്തെ ചിതറിക്കുകയാണ്, കൊല്ലുകയാണ്. സങ്കീർത്തനം വിലപിക്കുക, എൻ്റെ ദൈവമേ, എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്? വീണ്ടും 80-ാം സങ്കീർത്തനം 8 മുതലുള്ള വചനങ്ങളിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. 80-ാം സങ്കീർത്തനം 8 മുതലുള്ള വചനങ്ങൾ നമുക്ക് ശ്രദ്ധയോടെ അതിന് ഒരുമിച്ച് വായിക്കാം. എന്താണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്? ഈജിപ്തിൽ നിന്ന് അവിടുന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ജനതകളെ അത് നട്ടുപിടിപ്പിച്ചു. ദൈവം അത് നട്ടുപിടിപ്പിക്കുകയാണ്. അവിടുന്ന് അതിനുവേണ്ടി തടമൊരുക്കി, അത് വേരൂന്നി വളർന്നു, ദേശം മുഴുവനും പടർന്നു. ഇത് കർത്താവിന്റെ ജനമാണ്, കർത്താവിന്റെ സഭയാണിത്. അതിന്റെ തണൽ കൊണ്ട് പർവ്വതങ്ങളും അതിന്റെ ശാഖകൾ കൊണ്ട് കൂറ്റൻ ദേവദാരുകളും മൂടി. അത് അതിന്റെ ശാഖകളെ സമുദ്രം വരെയും ചില്ലകളെ നദി വരെയും നീട്ടി. അങ്ങു തന്നെ അതിന്റെ മതിൽ തകർത്തത് എന്തുകൊണ്ട്? വഴിപ്പോക്കർ അതിന്റെ ഫലം പറിക്കുന്നു, കാട്ടുപന്നി അതിനെ നശിപ്പിക്കുന്നു, സകല ജന്തുക്കളും അതിന്റെ അകത്തോട്ട് കയറി അതിനെ തിന്നുകളയുന്നു. എൻ്റെ സഹോദരി സഹോദരങ്ങൾ, ഇന്ന് പലപ്പോഴും ആർക്കും കൊട്ടിയിറങ്ങാവുന്ന ചെണ്ടയായി കർത്താവിന്റെ സഭ മാറുകയാണ്. ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുന്നത്, കേൾക്കുന്നത്? സഭ അവഹേളിക്കപ്പെടുന്നു, സഭ ദുഷിക്കപ്പെടുന്നു, കർത്താവിന്റെ സഭ അപഹസിക്കപ്പെടുന്നു, കർത്താവിന്റെ പൗരോഹിത്യത്തിൽ നിന്ദിക്കപ്പെടുന്നു, കർത്താവിന്റെ ശുശ്രൂഷകരെ അപമാനിക്കപ്പെടുന്നു. ഇതാ വചനം പറയുന്നത്. കാട്ടുപന്നികളും മറ്റ് കാട്ടുമൃഗങ്ങളും ഇഴജന്തുക്കളെല്ലാം അതിനകത്ത് കയറുകയാണ്. വഴിപോക്കരെല്ലാം അതിന്റെ ഫലം പറിച്ചു തിന്നുകയാണ്. അനേകർക്ക് നിന്ദാപാത്രമായി, പരിഹാസ വിഷയമായി ഇന്ന് കർത്താവിന്റെ സഭ മാറിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, എന്താണ് ഇതിന്റെ അടിസ്ഥാന കാരണം? പരിശുദ്ധാത്മ പറയുകയാണ്, ഇത് നാം അറിയണമെങ്കിൽ വെളിപാട് പുസ്തകത്തിലോട്ട് നമ്മൾ വരണം. ഇവിടെ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? പരിശുദ്ധാത്മാവ് ആലോചന തരികയാണ്. മിസ്ബ 4 ഈ കൺവെൻഷനിലൂടെ കർത്താവിന്റെ മനസ്സ്, ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ അറിയിക്കുകയാണ്. അവിടെ എഫെസോസിലെ സഭയോട് കർത്താവ് പറയാ. എഫെസോസിലെ സഭ ഇന്ന് കേരള സഭയോട് നമുക്ക് ഉപമിക്കാം. എന്താണ് കർത്താവ് എഫെസോസിലെ സഭയെ അറിയിക്കുന്നത്? വെളിപാട് പുസ്തകം 2-ാം അധ്യായം 2-3 വചനങ്ങളിൽ ഒന്നാമതായി സഭയെ കർത്താവ് അഭിനന്ദിക്കുകയാണ്. കർത്താവ് അപ്രീഷിയേറ്റ് ചെയ്യുക സഭയുടെ പ്രവർത്തനങ്ങള്, സഭാ മക്കളുടെ നിലനിൽപ്പ്, അവരുടെ ക്ഷമാപൂർവമായിട്ടുള്ള അവരുടെ സ്നേഹം, കൂട്ടായ്മ, ഇതെല്ലാം കണ്ട് കർത്താവ് എഫെസോസിലെ സഭയെ അഭിനന്ദിക്കുന്നു. ആ വചനഭാഗം വായിക്കുക. രണ്ടാമത്തെ വചനം, നിന്റെ പ്രവർത്തികളും പ്രയത്നങ്ങളും ക്ഷമാപൂർവമായി ഉറച്ചു നിൽപ്പും ദുഷ്ടരോടുള്ള സഹിഷ്ണുതയും ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോസ്തലന്മാരെന്ന് നടിക്കുകയും എന്നാൽ അങ്ങനെ അല്ലാതിരിക്കുകയും ചെയ്യുന്നവരെ പരിശോധിച്ച് അവർ വ്യാജം പറയുന്നവരാണ് നീ കണ്ടുപിടിച്ചു. നന്മ ചെയ്യുന്നവരെ തിന്മ ചെയ്യുന്നവരെ നീ പരിശോധിച്ച് അറിഞ്ഞു എന്ന കർത്താവ് പറയുന്നത്. ഇതൊക്കെ സഭയുടെ നന്മകളായിരുന്നു. വീണ്ടും കർത്താവ് അഭിനന്ദിക്കുക, തീർച്ചയായും ക്ഷമാപൂർവം പിടിച്ചു നിൽക്കാൻ തക്ക കഴിവ് നിനക്കുണ്ട്. എന്റെ നാമത്തെ പ്രതി പീഡകൾ സഹിച്ചിട്ടും നീ ക്ഷീണിച്ചിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, 2000 വർഷങ്ങൾക്ക് മുൻപ് എഫെസോസിലെ സഭയെ നോക്കി കർത്താവ് പറയാ, നിനക്ക് സഹന ശക്തിയുണ്ട്, നീ ദുഷ്ടരോട് സഹിഷ്ണുത കാണിക്കുന്നുണ്ട്, ക്ഷമാപൂർവം പിടിച്ചു നിൽക്കാൻ എന്റെ സ്നേഹത്തെ പ്രതി നിനക്ക് പറ്റുന്നുണ്ട്, നീ നന്മയും തിന്മയും വിവേചിച്ചറിയുന്നുണ്ട്, കാപട്യം മനസ്സിലാക്കുന്നുണ്ട്. കർത്താവ് തന്റെ ജനത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്, അഭിനന്ദിക്കുകയാണ്. നമ്മളിന്ന് കേരള സഭയിലോട്ട് വരിക. കേരള സഭ സാർവത്രിക സഭയ്ക്ക് തന്നെ അനുഗ്രഹമാക്കി കർത്താവ് ഉയർത്തിയ സഭയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോക സുവിശേഷ വൽക്കരണത്തിൽ, വേൾഡ് ഇവാഞ്ചലൈസേഷനിൽ
മുഖ്യമായ പങ്ക് കർത്താവ് കേരള സഭയ്ക്ക് നൽകി. കേരള സഭയിലൂടെ എന്തുമാത്രം നന്മകളാണ് ലോകത്തിലും സാർവത്രിക സഭയിലും നമ്മുടെ സമൂഹത്തിലെല്ലാം കർത്താവ് പകർന്നു നൽകിയത്. ഒരുപാട് നന്മകള്, അനേകം ധാരാളം ദൈവ വിളികൾ നൽകി കേരള സഭയെ കർത്താവ് സമ്പന്നമാക്കി. ലോകം മുഴുവനിലേക്കും കേരള സഭയിലെ മക്കളെ കർത്താവ് ചിതറിച്ചു. എന്തിനു വേണ്ടി? അവിടെ കർത്താവിന്റെ സഭയെ പണിയാൻ, കർത്താവിന്റെ രാജ്യം പണിയാൻ, കർത്താവിന്റെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാൻ, കർത്താവിന്റെ വചനത്തെ പ്രഘോഷിക്കുവാൻ, അങ്ങനെ ലോകത്തെ ഇവാഞ്ചലൈസ് ചെയ്യാൻ, അസംഖ്യം ആത്മാക്കളെ യേശുവിന്റെ നിത്യമായ രക്ഷയിലേക്ക് നയിക്കാൻ കേരള സഭയിലെ മക്കളെ കർത്താവ് 5 ഭൂഖണ്ഡങ്ങളിലേക്കും ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലേക്കും തന്നെ കർത്താവ് അവർ അയക്കുകയാണ്. എന്തിനു വേണ്ടി? പ്രേക്ഷിത ദൗത്യം, ഇവാഞ്ചലൈസേഷന് വേണ്ടി കർത്താവ് അയച്ചു. ഇതിലൂടെ ഒരുപാട് നന്മകള് സഭയ്ക്കും ലോകത്തിനും കേരള സഭയിലൂടെ കർത്താവ് നൽകി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപാട് ധ്യാന കേന്ദ്രങ്ങൾ, എന്തുമാത്രം ആത്മീയ ശുശ്രൂഷകള്. ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം കേരളത്തിലാണ്, ഡിവൈൻ ധ്യാന കേന്ദ്രം. ഒരുപാട് ആത്മീയമായ ശുശ്രൂഷകര്, വചന പ്രഘോഷണങ്ങള്, കൗൺസിലിംഗ്, പ്രാർത്ഥനകള്. സാർവത്രിക സഭയിൽ മറ്റൊരിടത്തും കാണാത്ത വിധത്തിലുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തമായ പ്രവർത്തനങ്ങളാൽ സമ്പന്നമായി കേരള സഭ. ഇതുപോലെ കർത്താവ് അനുഗ്രഹിച്ച മറ്റൊരു സഭാ സമൂഹം സാർവത്രിക സഭയിൽ ഉണ്ടോ എന്ന് സംശയമാണ് പ്രിയപ്പെട്ടവർ. അത്രമാത്രം കർത്താവ് അനുഗ്രഹിച്ച സഭയാണ് കേരള സഭ. സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് സഭ, കേരളത്തിലെ സഭ തളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കേരള സഭ അപകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ലോകത്തിന് മുമ്പിൽ കേരള സഭ ഇന്ന് അപമാനിതയാകുന്നു, മുറിവേൽക്കുന്നു, ഒരുപാട് നൊമ്പരപ്പെടുന്നു. കർത്താവ് അഭിനന്ദിച്ച് തുടർന്ന് കർത്താവ് പറയുന്നത് ഒരു കംപ്ലൈന്റ് ആണ്, പരാതി പറയാണ്. എന്താ കർത്താവ് പറഞ്ഞ പരാതി? വെളിപാട് പുസ്തകം 2:4, എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. ഇത് നമ്മൾ ആത്മശോധന ചെയ്യണം പ്രിയപ്പെട്ടവരെ. സഭയിലുള്ള എല്ലാ വന്യ വൈദികർ ആത്മശോധന ചെയ്യണം. സഭയിലുള്ള ബഹുമാനപ്പെട്ട സമർപ്പിതരെ കർത്താവിന്റെ നിർമ്മലമായ വചനത്തിന്റെ മുൻപിലിരുന്ന് ആത്മശോധന ചെയ്യണം. കർത്താവിന്റെ ആത്മായ ശുശ്രൂഷകരെ, കർത്താവിന്റെ കുടുംബസ്ഥരെ, കർത്താവിന്റെ യുവജനങ്ങള്, കർത്താവ് തെരഞ്ഞെടുത്ത സകലരും തന്നോട് തന്നെ ചോദിക്കണം, എന്താണ് കർത്താവിന് പറയാനുള്ള പരാതി? കർത്താവ് എന്ത് കംപ്ലൈന്റാ പറയുന്നത്? നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു. ഫസ്റ്റ് ലവ് നഷ്ടപ്പെട്ടു. നമ്മൾ പറയില്ലേ ഹണിമൂൺ ലവ്. ആദ്യ സ്നേഹം നഷ്ടപ്പെട്ട അനേകം വൈദികരുന്ന സഭയിലുണ്ട്. അതാണ് സഭയുടെ നാശത്തിനൊരു കാരണം. ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയ പല സമർപ്പിതരുന്ന സഭയിലുണ്ട്. അവരാണ് പലപ്പോഴും സഭയ്ക്ക് തലവേദനയും അസ്വസ്ഥയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയ ആത്മായ ശുശ്രൂഷകരെ, അവരാണ് സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ സഭയെ കുത്തുന്നത്, സഭയെ ദ്രോഹിക്കുന്നത്, സഭയെ മുറിപ്പെടുത്തുന്നത്. ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയ അനേകം സഭാമക്കൾ സഭയിൽ ഉള്ളിലുണ്ട് പ്രിയപ്പെട്ടവരെ. ഈശോ പറയാണ്, നിനക്കത് നഷ്ടപ്പെട്ടു പോയി. എന്നോടുണ്ടായിരുന്ന ആദ്യ സ്നേഹം, എന്നോടുണ്ടായിരുന്ന ആദ്യ സമർപ്പണം, നിന്റെ പ്രാർത്ഥന, നിന്റെ പരിത്യാഗ പ്രവൃത്തികള്, നിന്റെ സ്നേഹം, നിന്റെ തീഷ്ണത, നിന്റെ വിശുദ്ധി, നിന്റെ വിശ്വാസം, നിന്റെ വിശ്വസ്തത, അത് നീ നഷ്ടപ്പെടുത്തി കൈവിട്ടുപോയി. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. എന്തുകൊണ്ടാ തീവ്രവാദ ശക്തി നമ്മൾ അടിക്കുന്നത്? നമ്മുടെ ബലം കുറഞ്ഞു പോയി. എന്തുകൊണ്ട് ബലം കുറഞ്ഞു? ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി. കർത്താവിനോടുള്ള കമ്മിറ്റ്മെന്റ് നമുക്ക് ഒരുപാട് കുറഞ്ഞു പ്രിയപ്പെട്ടവരെ. കർത്താവിനോടുള്ള യഥാർത്ഥ സ്നേഹത്തിൽ നിന്ന് നമ്മൾ അനേകർ അകന്നുപോയി, വ്യതിചലിച്ചു പോയി. ലോക അരൂപിയിലെ, സുഖ അരൂപിയിലെ അനേകർ ഇന്ന് പിടിക്കപ്പെട്ടിരിക്കുക. നശിക്കുന്ന ആത്മാക്കളെ കുറിച്ചോ, സഭയുടെ വേദനയെ കുറിച്ചോ, കർത്താവിന്റെ സങ്കടത്തെ കുറിച്ചോ വിചാരമില്ലാതെ ലൗകികമായി ചിന്തിച്ച് സുഖാരൂപിയിൽ ജീവിച്ച് പ്രാർത്ഥനയിലും പരിത്യാഗ പ്രവർത്തികളിലും
ഉദാസീനരായി ജീവിക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ. അതിൽ വൈദികരുണ്ട്, സമർപ്പിതരുണ്ട്, അൽമായരുണ്ട്, കർത്താവ് തെരഞ്ഞെടുത്ത അനേക ആത്മാക്കളുണ്ട്. ഇത് സഭയ്ക്ക് ഒരുപാട് ക്ഷയം വരുത്തി വെക്കുന്നു. സഭയുടെ ശക്തി കുറഞ്ഞു പോകുന്നു, സഭയുടെ കെട്ടുറപ്പ് കുറഞ്ഞു പോകുന്നു, സഭയുടെ ഐക്യം നഷ്ടപ്പെട്ടു പോകുന്നു, സഭയുടെ വളർച്ചയ്ക്ക് മങ്ങലേൽക്കുന്നു. എന്താ കാരണം? ഫസ്റ്റ് ലവ്, ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി. കർത്താവ് വീണ്ടും ആലോചന കൊടുക്കുക, മൂന്നാമത് ആലോചന കൊടുക്കുകയാണ്. ആ മൂന്നാം ആലോചന കൊടുക്കുന്നതിൽ ഒന്നാമത്തെ ആലോചന എന്താണ്? നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ ആലോചന എന്താ? കർത്താവ് ഇത് കേരള സഭയോടുള്ള ദൈവത്തിന്റെ ദൂത. ഏത് അവസ്ഥയിൽ നിന്നാണ് അധപതിച്ചതെന്ന് ചിന്തിക്കുക. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞേ. എന്റെ ബഹുമാനപ്പെട്ട വന്യവൈദികരെ, എന്റെ ബഹുമാനപ്പെട്ട സമർപ്പിതരെ, കുടുംബസ്ഥരെ, എന്റെ സഹോദരി സഹോദരങ്ങളെ, മാതാപിതാക്കളെ, നമുക്ക് ഒരുമിച്ച് പറയാം. കർത്താവ് പറയാ, ഏത് അവസ്ഥയിൽ നിന്നാണ് അധപതിച്ചതെന്ന് ചിന്തിക്കുക. ഏത് അവസ്ഥയിൽ നിന്നാണ് അധപതിച്ച് ചിന്തിക്കുക. രണ്ടാമത് എന്താ കർത്താവ് പറയുന്നത്? അനുദപിക്കുക. റിപ്പന്റ്. അതാ നമ്മൾ ഇനി ചെയ്യേണ്ടത്. കർത്താവിനോട് നമ്മൾ കാണിച്ച നിരന്തരമായ അനുസരണക്കേട്, കർത്താവിനോട് നമ്മൾ കാണിച്ച നിരന്തരമായി കാണിച്ച അവിശ്വസ്തതകള്, കർത്താവ് ഏൽപ്പിച്ച ദൗത്യം മറന്നുകൊണ്ടുള്ള നമ്മുടെ ജീവിതം, കർത്താവിനെ പലപ്പോഴും നമ്മൾ ആ ഫസ്റ്റ് പ്രയോറിറ്റി, സുപ്രീം പ്രയോറിറ്റി മാറിപ്പോയ അവസ്ഥ, വിശുദ്ധി നഷ്ടപ്പെട്ട അവസ്ഥ, വിശ്വാസം ക്ഷയിച്ചു പോയ അവസ്ഥ, കർത്താവിന്റെ സ്നേഹത്തിൽ കത്തി ജ്വലിക്കേണ്ട തീ പിടിച്ച ആത്മാക്കളായി മാറേണ്ട നമ്മൾ ഓരോരുത്തരും ലോകത്തിന്റെ അരൂപിയിൽപ്പെട്ട്, സുഖാരൂപിയിൽപ്പെട്ട് പലപ്പോഴും ലോകത്തിന്റെ സുഖങ്ങൾക്കും നിറങ്ങൾക്കും വർണ്ണങ്ങൾക്കുമായി ജീവിച്ചത്, ഇതെല്ലാം കർത്താവിന് ഒരുപാട് സങ്കടപ്പെടുത്തി, കർത്താവിന് ഒരുപാട് ദുഃഖം നൽകി. ഇതൊക്കെ അതാ ഈശോ പറയുന്നത്, റിപ്പന്റ്, എന്റെ ജനമേ അനുദപിക്കുക. കർത്താവ് സഭയെ ബലപ്പെടുത്തും. ഒരു ശക്തിക്ക് അടിക്കാൻ പറ്റില്ല ദൈവമക്കളെ. ഒരു തീവ്രവാദ ശക്തി IS അല്ല, ബൊക്കോ ഹറാം അല്ല, ഫുലാനികളല്ല, ഇനി ഇവരെല്ലാം ഒരുമിച്ച് കൂടി വന്നാലും സർവശക്തനായ കർത്താവിന്റെ അത്ഭുത ശക്തി വെളിപ്പെട്ടാൽ ഇതെല്ലാം ചിതറിപ്പോകാൻ എന്തോരം നേരം വേണം. പക്ഷെ എന്തുകൊണ്ട് ദൈവത്തിന് ഇടപെടാൻ പറ്റാത്തത്? നമ്മുടെ തകരാറ് ദൈവമക്കളെ. നമ്മള് ഒരുപാട് കർത്താവിനെ മറന്നുപോയി. നമ്മൾ ഒരുപാട് കർത്താവ് നൽകിയ നന്മകളെ മറന്നുപോയി. കർത്താവിനൊരു കോർണറിൽ വെച്ചിരിക്കുക. സെൻട്രൽ പോയിന്റിൽ നിന്നിരുന്ന കർത്താവ് ഒരു കോർണറിലേക്ക് മാറി. കാര്യങ്ങൾ നമ്മളാ ചെയ്യുന്നത്, കർത്താവല്ല. അതാണ് നമ്മുടെ തളർച്ചയ്ക്കും ക്ഷയത്തിനും നമ്മുടെ വളർച്ചക്കുറവിനും ഇന്ന് കാരണമായിരിക്കുന്നത്. ഹല്ലേലൂയ. അനുദപിക്കുക. ചങ്ക് പൊട്ടി എന്റെ പിഴ കർത്താവ്, എന്റെ വലിയ പിഴ എന്ന് നമ്മൾ ഓരോരുത്തരും ചങ്ക് പൊട്ടി മാപ്പ് ചോദിച്ച് ചെയ്തു പോയ അനുസരണക്കേടുകളെ പ്രതി, ചെയ്തു പോയ അവിശ്വസ്തതകളെ പ്രതി, വിശുദ്ധി നഷ്ടപ്പെട്ടതിനെ പ്രതി, വിശ്വാസം ക്ഷയിച്ചു പോയതിനെ പ്രതി, എല്ലാവരെയും പ്രസാദിപ്പിക്കാൻ വേണ്ടി കർത്താവേ വിശ്വാസ അത്തരത്തിൽ അവതരിപ്പിച്ചതിനെ പ്രതി ഒക്കെ നമ്മൾ മാപ്പ് ചോദിക്കണം ദൈവമക്കളെ. എങ്കിലേ ഇനി സഭയിൽ കർത്താവിന്റെ ഗ്ലോറി വെളിപ്പെടുകയുള്ളൂ. ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. ജീസസ്. മൂന്നാമത് എന്താ കർത്താവ് പറഞ്ഞത്? മൂന്നാമത്തെ ആലോചന, ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക. ആദ്യത്തെ പ്രവർത്തികൾ. കർത്താവ് നമ്മളെ വിളിച്ചപ്പോൾ, കർത്താവ് നമ്മളെ സെലക്ട് ചെയ്തപ്പോൾ, തെരഞ്ഞെടുത്തപ്പോൾ നമ്മുടെ അകത്തുണ്ടായിരുന്ന ഒരു ജ്വലനമുണ്ട്. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം, ഈശോയ്ക്ക് വേണ്ടി മരിക്കണം, ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിയാവണം, ഈശോയ്ക്ക് വേണ്ടി അനേക ആത്മാക്കളെ നേടണം, ഈശോയെ പ്രസാദിപ്പിച്ച് ജീവിക്കണം. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ലവ്. അതാണ് ആദ്യ പ്രവൃത്തി, ആദ്യ സ്നേഹം. എന്നാ ഒരു അനുഭവമായിരുന്നു. ആദ്യ കുർബാന അർപ്പണം. എൻ്റെ വൈദികരെ ഓർത്ത് നോക്കിയേ, എൻ്റെ സമർപ്പിത അമ്മമാരും ഓർത്ത് നോക്കിയേ. ആ വ്രതവാഗ്ദാന ദിവസം, കർത്താവുമായി ഉടമ്പടി ചെയ്ത ദിവസം എന്തൊരു ആനന്ദമായിരുന്നു,
എന്നാ ഒരു സന്തോഷമായിരുന്നു. കർത്താവിന്റെ ദമ്പതിമാരൊന്ന് ആലോചിച്ച് നോക്കിയേ. കർത്താവിന്റെ ബലിപീഠത്തിന് മുൻപിൽ ഈശോ കുടുംബമായി നിങ്ങൾ ആശീർവദിച്ച സമയത്ത് നിങ്ങൾക്കുണ്ടായ ആനന്ദം. ഇതാ ഈശോ പറയുന്നത്, നീ ആദ്യ പ്രവൃത്തി ചെയ്യണം, ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണെന്ന കർത്താവ് പറയുന്നത്. ഹല്ലേലൂയ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ കർത്താവ് വാണി മുന്നറിയിപ്പ് തരികയാണ്. എന്താ മുന്നറിയിപ്പ്? വെളിപാട് പുസ്തകം 2:5 എന്താണ് ഈശോ തരുന്ന മുന്നറിയിപ്പ്? അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും നിന്റെ ദീപപീഠം അതിന്റെ സ്ഥലത്തു നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. ഞാനത് റിമൂവ് ചെയ്യും. മഹത്വം ഞാൻ മാറ്റിക്കളയും. ദീപപീഠം വെളിച്ചം മാറ്റിക്കളയും. അപ്പോ നമ്മൾ ഇരുട്ടിലായി പോകും. സഭ ഇരുട്ടിലാകും, സഭ അന്ധകാരത്തിലാകും. നമ്മുടെ സമർപ്പിത സമൂഹങ്ങള്, നമ്മുടെ കുടുംബങ്ങള് ഇരുട്ടിലാകും ദൈവമക്കളെ. അതുകൊണ്ട് കർത്താവ് തരുന്ന ഈ ആലോചനകൾ ശ്രദ്ധയോടെ നമ്മൾ സ്വീകരിക്കണം. ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. 2 കാര്യങ്ങളാണ് ദൈവത്തിന്റെ ആത്മാവ് ഈ ദിവസങ്ങൾ എൻ്റെ ഹൃദയത്തെ കൂടുതലായി പ്രേരിപ്പിച്ചത്. ഈശോ പറഞ്ഞു, ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക. എന്താണ് ഈ ആദ്യത്തെ പ്രവർത്തികൾ? അതിൽ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മക്കളെ, നമ്മുടെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന, പരിത്യാഗം, ഉപവാസം, പ്രാശ്ചിത്തം, പരിശുദ്ധ കുർബാനയുടെ ആരാധന, ദിവ്യകാരുണ്യ ആരാധന. നമ്മൾ മുട്ടുമടക്കി ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ, ദൈവത്തിനെ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ, വന്യവൈദികര് പ്രാർത്ഥിച്ചാൽ, സമർപ്പിതര് പ്രാർത്ഥിച്ചാൽ, അഭിനയ പിതാക്കന്മാർ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ സഭയ്ക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവും ഇല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം ദൈവമക്കളെ. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് അസാധാരണമായ അത്ഭുത ശക്തിയുണ്ട്. നമുക്ക് കാണാൻ പറ്റും. ഇൻസിനു ജേസു എന്ന് പറയുന്ന ഒരു വളരെ മനോഹരമായൊരു പുസ്തകമാണ്. ഒരു വിശുദ്ധനായ ബെനഡിക്റ്റ് അച്ഛനെ കർത്താവ് കൊടുത്ത സന്ദേശങ്ങളാണ്, കർത്താവ് നൽകിയ. ഈ കാലഘട്ടത്തിലെ സഭയ്ക്ക് വേണ്ടിയാണ് ഈശോ കൊടുത്തത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ കാലഘട്ടത്തിലെ വൈദികർക്ക് വേണ്ടി, ഈ കാലഘട്ടത്തിലെ സമർപ്പിതർക്ക് വേണ്ടി, ഈ കാലഘട്ടത്തിലെ ദൈവജനത്തിനു വേണ്ടി കർത്താവായ ഈശോ നൽകിയ സന്ദേശങ്ങളാണ്. അതിൽ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ സന്യാസ ഭവനങ്ങൾ, എൻ്റെ സഭ, എൻ്റെ കുടുംബങ്ങൾ, എൻ്റെ കൂട്ടായ്മകൾ തഴച്ചു വളരണമെങ്കിൽ അവർ എന്ത് ചെയ്യണമെന്ന് ഈശോ പറയുന്നത് നിങ്ങൾ എല്ലാവരും സ്ക്രീനിലോട്ട് നോക്കണം. ഇവിടെയാണ് നമ്മൾ തിരിച്ചു വരേണ്ടത്. ഈശോ പറയുകയാണ്, ഇപ്രകാരമുള്ള സന്യാസ ഭവനങ്ങള്, ഇപ്രകാരമുള്ള കുടുംബങ്ങള്, ഇപ്രകാരമുള്ള കൂട്ടായ്മകളെ ഞാൻ തഴച്ചു വളർത്തും. നമുക്ക് അതൊന്ന് ശ്രദ്ധിക്കാം. എന്നെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സന്യാസ ഭവനങ്ങൾ തഴച്ചു വളരും. എൻ്റെ ദിവ്യ കാരുണ്യ മുഖത്തിന്റെ പ്രഭ അവരുടെ പ്രകാശമായിരിക്കും. ഒരു സെക്കൻഡ് ഇങ്ങോട്ട് നോക്കിയേ, ഇതിലത് കാണുന്നില്ല. ഇതാണ് ആ പുസ്തകം. വളരെ മനോഹരമായൊരു പുസ്തകമാണ് ദൈവമക്കളെ. അവിടെ ഈശോ പറയാണ്, എന്നെ ആദരിക്കുകയും ഈശോയെ ആദരിക്കുകയും ഈശോയെ അധികമായി ആരാധിക്കുകയും കർത്താവായ യേശുവിനെ ബഹുമാനിക്കുകയും ചെയ്യുന്ന സന്യാസ ഭവനങ്ങള്, സമർപ്പിത ഭവനങ്ങൾ മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങൾ, കൂട്ടായ്മകൾ, അവയെല്ലാം തഴച്ചു വളരും. ഹല്ലേലൂയ, തഴച്ചു വളരും. അമ്മമാരെ, ദൈവവിളികൾ വേണോ? ഇന്ന് അനേകം കോൺഗ്രിഗേഷൻ ദൈവവിളികളില്ലാതെ വിഷമിക്കുക, വട്ടം കറങ്ങുകയാണ്, ബുദ്ധിമുട്ടുകയാണ്. ഈശോ പറയുക, ഞാൻ ധാരാളം ദൈവവിളികൾ തരും. എപ്പോൾ? നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾ എന്നെ അധികമായി സ്നേഹിച്ച് ആരാധിക്കണം, നിങ്ങൾ എന്നെ മഹത്വപ്പെടുത്തണം, നിങ്ങൾ എന്നെ ബഹുമാനിക്കണം. ഞാൻ നിങ്ങളുടെ ഭവനത്തെ തഴച്ചു വളർത്തും, ഞാൻ നിങ്ങളുടെ സമൂഹത്തെ തഴച്ചു വളരും. അപ്പൊ സഭ വളരണമെങ്കിൽ, കുടുംബങ്ങൾ വളരണമെങ്കിൽ, കൂട്ടായ്മകൾ വളരണമെങ്കിൽ കർത്താവിനെ അധികമായി സ്നേഹിക്കുന്നവർ സഭയിൽ ഉണ്ടാകണം.
കർത്താവിനെ ആരാധിക്കുന്നവരെ, കർത്താവിനെ ബഹുമാനിക്കുന്നവരെ സഭയിൽ വർദ്ധിക്കുമ്പോൾ അത്ഭുതങ്ങൾ കർത്താവ് സഭയിൽ പ്രവർത്തിക്കും. നമ്മുടെ ഭവനങ്ങളിൽ, കൂട്ടായ്മകളിൽ പ്രവർത്തിക്കും. വീണ്ടും ഇന്ന് എന്തുകൊണ്ടാണ് പല സന്യാസ ഭവനങ്ങളും സമർപ്പിത സമൂഹങ്ങളും കുടുംബങ്ങളും സഭ വരെ ഇന്ന് പലപ്പോഴും നാശത്തിന്റെ വക്കിൽ എന്തുകൊണ്ടാണ് എത്തുന്നതെന്ന് ഈശോ വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങളത് വളരെ ശ്രദ്ധയോടെ വായിക്കണം. എന്താണ് ഈശോ പറഞ്ഞു കൊടുത്തത്? സക്രാരിയിൽ എൻ്റെ യഥാർത്ഥ ശരീരം സൂക്ഷിച്ച് വെച്ചത് കൊണ്ട് മാത്രമായില്ല. എത്രയോ ദേവാലയങ്ങൾ ഇന്ന് സക്രാരികൾ ഈശോ എഴുന്നള്ളിയിരിപ്പുണ്ട്. എന്നാൽ ആ ഈശോയെ ആരാധിക്കുവാൻ, സ്നേഹിക്കുവാൻ അവിടെ ആളുകളില്ല, വൈദികരില്ല, അവിടെ ദൈവത്തിന് ജനമില്ല. ഈശോ പറയാണ്, അങ്ങനെ സക്രാരിയിൽ എന്നെ വെച്ചത് കൊണ്ട് മാത്രമായില്ല. എത്രയോ സന്യാസ ഭവനങ്ങളിലാണ് ഞാൻ കൗദാശികമായി സന്നിധനായിരിക്കുന്നത്. എന്നാൽ എൻ്റെ ജീവിക്കുന്ന യഥാർത്ഥ സാന്നിധ്യത്തിന് ഒരു ശ്രദ്ധയും നൽകാതെ ഈശോ സങ്കടത്തോടെ പറയാ, എന്നെ തനിച്ചാക്കിയിരിക്കുന്നത് എന്തുകൊണ്ട്? നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ തനിച്ചാക്കിയിരിക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ ശ്രദ്ധിക്കാതെ പോകുന്നത്? ഞാൻ ഈ സക്രാരിൽ ജീവനോട് ഇരിപ്പില്ലേ? സഭയെ അനുഗ്രഹിക്കുവാൻ, സഭയെ ശക്തിപ്പെടുത്തുവാൻ, കുടുംബങ്ങളെ ഫലപ്പെടുത്തുവാൻ, യുവജനങ്ങളെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കാൻ, നമ്മുടെ കുടുംബസ്ഥരെ ദൈവസ്നേഹത്താൽ ഉജ്ജ്വലിപ്പിക്കാൻ, നമ്മുടെ സമർപ്പിതരെ വചനത്തിന്റെ തീപന്തങ്ങളാക്കാൻ ഈശോ പറയാ, ഞാൻ സക്രാരിയിൽ ജീവിക്കുന്ന ദൈവമായി എഴുന്നള്ളിയിരിക്കുന്നുണ്ടല്ലോ. എന്നാൽ നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ ശ്രദ്ധിക്കാതെ പോകുന്നത്? ഇത് കർത്താവിന്റെ സങ്കടമാ. പ്രിയപ്പെട്ടവരെ, ഇത് ഇത്തരത്തിലുള്ള അവസ്ഥ തുടർന്നാൽ സഭ വളരില്ല എന്ന് മാത്രമല്ല, സഭ തളരും. നമ്മുടെ ഭവനങ്ങൾ തളരും, നമ്മുടെ കൂട്ടായ്മകൾ തളരും, ക്രൈസ്തവ സമൂഹങ്ങൾ തളരും. ഈശോ പറയാണ്, നിങ്ങൾ എന്തുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്നില്ല? വീണ്ടും എന്താ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്? സന്യാസ ഭവനങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ഭവനങ്ങളിൽ എൻ്റെ സ്നേഹ കുദാശയോടുള്ള അവഗണനയ്ക്ക്, സ്നേഹശൂന്യതയ്ക്ക്, നന്ദികേടിനെ പരിഹാരം ചെയ്യുക. പരിഹാരം ചെയ്യണം. ഞാൻ അവഗണിക്കപ്പെടുകയും മരവിപ്പോടെ പരിഗണിക്കപ്പെടുകയും ചെയ്യുന്ന ഭവനങ്ങൾ വലിയ പതനത്തിന്റെ വക്കിലാണ്. ഇന്ന് പല സമൂഹങ്ങളും പതനത്തിന്റെ വക്കിലാണ്. വളർച്ചയുടെ പാതയിലല്ല, തളർച്ചയിലാണ്. എന്തുകൊണ്ടാണ് തളരുന്നത്? എന്തുകൊണ്ടാണ് ബലം കുറയുന്നത്? ഈശോ പറയാ, നിങ്ങൾ എന്നോട് നന്ദികേട് കാണിക്കുന്നു, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കാതെ പോകുന്നു, എന്നെ ആരാധിക്കാൻ നിങ്ങൾക്ക് സമയമില്ല, എന്നെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് നേരമില്ല, ഞാൻ തന്ന നന്മകളെ ഓർത്ത് നന്ദി പറയാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല. ഈശോ പറയാണ്, ഇത് ചെയ്യാത്ത ഭവനങ്ങള്, ഇത് നിർവഹിക്കാത്ത സന്യാസ ഭവനങ്ങള് നാശത്തിന്റെ വക്കിലാണ്. അവൻ നിലനിൽക്കില്ല. ഈശോയുടെ മെസ്സേജ് അതേ മക്കളെ, നിലനിൽക്കില്ല. ഒരു സെക്കൻഡ് ഇങ്ങോട്ട് നോക്കി. അപ്പൊ എന്തുകൊണ്ടാണ് സഭയിൽ ഇതുപോലെ തിന്മകൾ ആഞ്ഞടിക്കുന്നത്? അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം. തീവ്രവാദ ശക്തികള് ക്രൈസ്തവരിന്ന് പീഡിപ്പിക്കപ്പെടുന്നു. പല പല കാരണങ്ങളുണ്ട്. എന്നാൽ ഒരു പ്രധാന കാരണമാരാ? നമ്മൾ തന്നെയാ ദൈവമക്കളെ, നമ്മൾ തന്നെയാ. നമ്മൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ട്, നമ്മൾ ആരാധിക്കാത്തത് കൊണ്ട്, നമ്മൾ കർത്താവിനെ സ്നേഹിക്കാത്തത് കൊണ്ട്, നമ്മൾ ഉദാസീനരായി, നമ്മൾ മടിപിടിച്ച് അലസരായി, കർത്താവിൻ്റെ കാര്യങ്ങളിൽ ഉത്സുകരാകാതെ ലൗകികമായ കാര്യങ്ങൾ, ലോകത്തിന് വേണ്ടി പണിയെടുത്ത്, ലോകത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച് നമ്മൾ സമയം കളയുമ്പോൾ കർത്താവ് തെരഞ്ഞെടുത്തവരെ പ്രതി കർത്താവ് സങ്കടപ്പെടുകയാണ്, കർത്താവ് നൊമ്പരപ്പെടുകയാണ്. ഇതാണ് ഈശോ നമ്മെ അറിയിക്കുന്നത്. അങ്ങനെയുള്ള ഭവനങ്ങൾ നിലനിൽക്കില്ല. അങ്ങനെയുള്ള കൂട്ടായ്മകൾ നാശത്തിന്റെ വക്കീലാണ്. ഇത്തരം ഇടങ്ങളിൽ എന്നോട് കാണിക്കുന്ന അപമാനകരമായ പെരുമാറ്റത്തെ എനിക്ക് ഇനിമേൽ ഏറെ സഹിക്കാനാവില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നമ്മൾ മാപ്പ് ചോദിച്ചു പ്രാർത്ഥിക്കണം ദൈവമക്കളെ. അതുകൊണ്ട് ഈശോ പറഞ്ഞ റിപ്പന്റ്, അനുദപിക്കുക. വന്യ വൈദികരും സമർപ്പിതരും അൽമായ ശുശ്രൂഷകരും
കർത്താവിന് ജനം മുഴുവൻ അനുതപിക്കണം. ചങ്ക് പൊട്ടി മാപ്പ് ചോദിച്ച് അനുതപിച്ച് പ്രാർത്ഥിച്ച് ഈശോ പറയുന്ന ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്താൽ സഭ ശക്തമായി വളരാൻ തുടങ്ങും. സഭയെ തൊടുവാൻ ഒന്നിനെയും കർത്താവ് അനുവദിക്കില്ല. ഒരു മാധ്യമത്തെയും ഒരു തീവ്രവാദിയെയും ഈ ലോകത്തിലെ ഒരു ശക്തിയെയും ഒരു സംഘടനയെയും ഒരു പ്രസ്ഥാനത്തെയും ഒരു മസിൽ പവറിനെയും സഭയെ തൊടുവാൻ, സഭയെ തകർക്കുവാൻ, സഭയെ തളർത്തുവാൻ സഭയുടെ രാജാവും കർത്താവുമായ ഈശോ അനുവദിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഇത് കർത്താവ് തരുന്ന ആലോചനയാണ്. നമുക്ക് കുറെ ബോധവൽക്കരണം കിട്ടി. നമ്മുടെ സഭയെ ആക്രമിക്കുന്ന ഭാഗ്യശക്തികളെ കുറിച്ചൊക്കെ ഈ നാളുകളിലെല്ലാം നമുക്ക് ഒരുപാട് ബോധ്യങ്ങൾ കർത്താവ് തന്നു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ വഴിയിലോട്ട് വരണം, ഈ വഴിയിലോട്ട് നമ്മൾ വരണം. ഈശോ പറയുന്നൊരു കാര്യമുണ്ട്, അത് വായിച്ചിരിക്കുക, അത്ഭുതം വിഷമം തോന്നി. സഭയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാത്തതിന്റെ കാരണം എന്താണെന്ന് ഈശോ പറയുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. പലരും സഭയിൽ അനൈക്യം, അവിടെ വിരുദ്ധത, ഇവിടെ അനുസരണക്കേട്, വിധേയത്വമില്ല. വൈദികരിൽ പോലും ഇതുപോലെ അനുസരണക്കേടിന്റെ, വിധേയത്വ ഇല്ലായ്മയുടെ അരൂപികൾ പ്രവർത്തിക്കുന്നു. ഐക്യം ചെതറുന്നു, കൂട്ടായ്മ ചെതറിപ്പോകുന്നു. അഭിമന്യ പിതാക്കന്മാരുടെ സ്നേഹിയെ തണൽ നിൽക്കേണ്ടവരെ അത് ചെയ്യുന്ന വൈദിക കൂട്ടായ്മകളിൽ അസ്വസ്ഥകൾ ഉണ്ടാകുന്നു. ലോകം അത് അറിയുന്നു, മാധ്യമങ്ങൾ പുറത്തു വരുന്നു, വിശ്വാസികൾ ആശയക്കുഴപ്പമുണ്ടാകുന്നു. എന്തൊക്കെയാണ് നടക്കുന്നത്? ഈശോ പറയും, എന്താ ഇതിന്റെ കാരണം? എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? കർത്താവ് പറയാണ്, സഭയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാത്തതിന് കാരണം സഭയെ ഞെരുക്കുന്ന പ്രശ്നങ്ങൾക്ക് കേവലം മാനുഷിക പരിഹാരങ്ങളിൽ മാത്രം ശരണപ്പെടുന്ന ഇടയന്മാർക്ക് നാശം. ശ്രദ്ധിക്കണം നമ്മളെ വാക്കുകൾ. സഭയെ ഞെരുക്കുന്ന പ്രശ്നങ്ങൾക്ക് പലപ്പോഴും കർത്താവിന് മുമ്പിൽ മുട്ടുമടക്കി കർത്താവിനോട് ആലോചന ചോദിക്കാതെ, കർത്താവ് എന്ത് ചെയ്യണം, ഞങ്ങൾ എങ്ങനെയാ ഇത് പരിഹരിക്കേണ്ടത്, എങ്ങനെയാ ഈ പ്രശ്നത്തെ മറികടക്കേണ്ടത്, ഞങ്ങളിവിടെ എന്താ ചെയ്യേണ്ടത് ഈശോയെ, പരിശുദ്ധാത്മാവെ ആലോചന തരണമേ എന്ന് പറഞ്ഞ് മുട്ടുമടക്കി നമ്മൾ അതിനുവേണ്ടി പരിത്യാഗമെടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഉപവസിക്കേണ്ടി വരും, പ്രായശ്ചിത്തം ചെയ്യേണ്ടി വരും, സഹനങ്ങൾ കൃപകളായി കാഴ്ചവെക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ആലോചന പ്രകാരം പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതിന് പകരം മാനുഷികമായി ബുദ്ധിയിലും യുക്തിയിലും കഴിവിലും നമ്മുടെ അനുഭവങ്ങളിലും പരിചയങ്ങളിലും ആശ്രയിച്ച് നമ്മൾ പല പല കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് അത് നടപ്പിലാക്കുമ്പോൾ ഈശോ പറയാണ്, അങ്ങനെയുള്ള ഇടയന്മാർക്ക് നാശം. അവർക്ക് മാത്രമല്ല, അവർ ദാരുണമായി നിരാശപ്പെടും. ഈശോയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ആലോചനയും അത് ഫലം കാണുകയില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഓരോ ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പദ്ധതികളും ഒരു ആലോചനകളും ഫലപ്രദമാവില്ല ദൈവമക്കളെ. സെക്യുലർ വേൾഡ് ചിലപ്പോൾ ആയിന്ന് വരും. കർത്താവിൻ്റെ സഭയിലും കർത്താവിൻ്റെ സമൂഹങ്ങളിലും കർത്താവിൻ്റെ കുടുംബങ്ങളിലും കർത്താവിൻ്റെ ആലോചനകളാണ് നടപ്പിലാക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ മുട്ടുമടക്കി നമ്മൾ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കേണ്ടി വരും. ഉറപ്പാ കർത്താവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. എത്രയോ സഭയുടെ ചരിത്രം പരിശോധിക്കേ, ഈ 2000 വർഷമായിട്ടുള്ള സഭയുടെ ചരിത്രം പരിശോധിക്കേ. ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികളുടെ സഭ കടന്നുപോയിട്ടുണ്ട്. അന്ന് സഭാ പിതാക്കന്മാരും പല വിശുദ്ധാത്മാക്കളും സഭയെ ബലപ്പെടുത്തിയത്, സഭയെ ശക്തിപ്പെടുത്തിയത്, സഭയെ പരിശുദ്ധാത്മാവിന്റെ ആലോചനയിൽ നയിച്ചത് ഇപ്രകാരമാണ്. മാനുഷിക ബുദ്ധിയിലല്ല, കർത്താവിന്റെ ആലോചനയിൽ. ഹല്ലേലൂയ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇങ്ങനെ മാനുഷിക ആലോചനകൾ നടപ്പിലാക്കുമ്പോൾ പലപ്പോഴും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന് പകരം കൂടുതൽ കൂടുതൽ സങ്കീർണമായി പോകുന്നത്. ഈശോ പറയാണ്, അങ്ങനെ എന്നെ മാറ്റി നിർത്തി ആലോചനകൾ ചെയ്യുന്ന ഇടയന്മാർക്ക് ദുരിതം, അവർക്ക് നിരാശയാണ്. ഈ ആത്മീയ പോരാട്ടത്തിന്റെ കാലത്ത്, അപ്പൊ ഇത് വലിയൊരു ആത്മീയ പോരാട്ടമാണെന്ന് മനസ്സിലാക്കണം. എല്ലാവരും ഒന്ന് പരസ്പരം അടുത്തിരിക്കുന്നതിന് പരസ്പരം പറഞ്ഞേ, ഇത് വലിയ ആത്മീയ പോരാട്ടത്തിന്റെ നാളുകളാണ്. പറഞ്ഞേ,
പോരാ, ഒന്നുകൂടി പറഞ്ഞേ, ഇത് ആത്മീയ പോരാട്ടത്തിന്റെ നാളുകളാണ്. ഒന്ന് പരസ്പരം പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്. ഈ ആത്മീയ പോരാട്ടത്തിന്റെ നാളുകളിൽ എന്ത് ചെയ്യാനാ കർത്താവ് നിർദ്ദേശിക്കണേ? നമ്മള് ലോകത്തിന്റെ ആയുധങ്ങൾ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. ആത്മീയ പോരാട്ടത്തിൽ ആത്മീയ ആയുധങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്യണം. ഞാൻ അവർക്കായി സജ്ജമാക്കിയ അതിസ്വാഭാവിക ആയുധങ്ങൾ അവർ അവഗണിക്കുന്നത് മൂലം നിരവധി ആത്മാക്കൾ വീണുപോകുന്നുണ്ട്. അതിസ്വാഭാവികമായ ഏതായി അതിസ്വാഭാവികമായ ആയുധങ്ങൾ? അതാണ് പ്രാർത്ഥന, ഉപവാസം, ജപമാല, കരുണക്കൊന്ത, പരിത്യാഗം, പ്രായശ്ചിത്തം, സഹനങ്ങൾ കൃപകളായി കാഴ്ചവെക്കുന്നത്. ഇതെല്ലാം പരിശുദ്ധ കുർബാനയുടെ നിരന്തരമായ ആരാധന, അമ്മമാതാവിനോട് ചേർന്നുള്ള പ്രാർത്ഥന, വിശുദ്ധരെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന, കുരിശിന്റെ വഴി നടത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക. ഇതൊക്കെ അതിസ്വാഭാവികമായി ഈശോ തന്നിട്ടുള്ള ആയുധങ്ങളാണ്. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞെല്ലാവരും ഹല്ലേലൂയ. ഈ ആയുധങ്ങൾ ഉപയോഗിക്കാതെ വെറുതെ മാനുഷികമായി ബുദ്ധിയിൽ ആശ്രയിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ, കാര്യങ്ങൾ നടത്താൻ നോക്കുമ്പോൾ അതൊന്നും ഫലപ്രദമാവില്ല ദൈവമക്കളെ. ഈശോ പറയാണ്, ഒരു കാര്യം കൂടിയും പറഞ്ഞ് ഞാൻ ഇതിനടുത്തൊരു ഭാഗത്തേക്ക് പെട്ടെന്ന് പോവുക. അതുകൊണ്ട് ഈശോ പറയുന്നുണ്ട്, ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്താണ്? എന്താ ഈശോ പറയുന്നത്? അതെല്ലാവരും ശ്രദ്ധിക്കണം. ഇതാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത്. അനുതപിച്ച ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അനുതപിച്ച ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈശോ പറയാണ്, എന്റെ സഭയെ ബാധിച്ചിരിക്കുന്ന തിന്മകൾക്ക്. ഇന്ന് സഭ ഒരുപാട് അസ്വസ്ഥയാണ്, ഒരുപാട് വേദനിക്കുന്നവളാണ്. കർത്താവിന്റെ സഭ ഒരുപാട് ഇന്ന് മുറിവേറ്റിരിക്കുകയാണ്. എന്റെ സഭയെ ബാധിച്ചിരിക്കുന്ന തിന്മകൾക്കും എന്റെ വൈദികരെ വല്ലാതെ ഭാരപ്പെടുത്തുന്ന സങ്കടങ്ങൾക്കുമുള്ള ഏറ്റവും വലിയ ഏക പരിഹാരം വിശുദ്ധ കുദാശയിലെ എന്റെ സാന്നിധ്യത്തിന്റെ പരിശുദ്ധ കുർബാനയുടെ ആരാധന, സജീവമായ യേശുവിന്റെ കൗദാശികപരമായ ആരാധന, ഈ കുദാശയിൽ എൻ്റെ സാന്നിധ്യത്തിന്റെ പ്രഘോഷണവും ഏറ്റുപറച്ചിലും ആരാധനയിൽ വലയം ചെയ്യപ്പെടുന്ന സ്നേഹവും ഹൃദയാംഗമമായ പരിഹാര പ്രവർത്തികളുമാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ സഭയ്ക്ക് വേണ്ടി, വൈദികർക്ക് വേണ്ടി, സമർപ്പിതർക്ക് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി, സഭ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടി, അനൈക്യത്തിന് വേണ്ടി, ഭിന്നതയ്ക്ക് വേണ്ടി, അനുസരണക്കേട്, വിധേയത്വമില്ലായ്മ, വിശുദ്ധി നഷ്ടപ്പെട്ടത്, അവിശ്വസ്തതകൾ, വിശ്വാസം ക്ഷയിച്ചു പോയത്, ഇതിനൊക്കെ പ്രതി നമ്മൾ മാപ്പ് ചോദിച്ച് കർത്താവിന് മുമ്പിൽ പരിഹാരം ചെയ്ത് പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ മാറ്റങ്ങൾ, അതിസ്വാഭാവികമായ കൃപകൾ സഭയിലേക്ക്, നമ്മുടെ സമൂഹങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക് കർത്താവ് പകർന്ന് ഈ അവസ്ഥയെ ആകമാനം മാറ്റിമറിക്കും. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രാർത്ഥിക്കണം. നമ്മൾ സഭയെ ആക്രമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തീവ്രവാദികൾ നമ്മൾ പ്രാർത്ഥിക്കണം. IS-കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ത്യാഗെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടോ? നമ്മൾ സഭയെ ആക്രമിക്കുന്ന തീവ്രവാദ ശക്തികൾക്കെതിരെ മാധ്യമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നവമാധ്യമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സഭയ്ക്കെതിരെ ദൂഷണം പറയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സഭാ വിരുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ ഇവർക്കൊക്കെ വേണ്ടി പരിത്യാഗമെടുത്ത് ഈശോയുടെ തിരുമുമ്പിൽ ഈശോയെ ദിവ്യഗണമായി എഴുന്നള്ളിച്ച് ആരാധിച്ച് പരിത്യാഗമെടുത്ത് പ്രായശ്ചിത്തം ചെയ്ത് നമ്മൾ ചങ്കുപൊട്ടി പ്രാർത്ഥിക്കുമ്പോൾ, എൻ്റെ ദൈവമക്കളെ, സാവൂളിനെ പൗലോസാക്കിയ അതേ പരിശുദ്ധാത്മാവ് ഇത്തരത്തിലുള്ള ജീവിതങ്ങളെ യേശുവിനായി രൂപാന്തരപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സംശയിക്കേണ്ട. നമ്മുടെ കുഴപ്പം ഇതൊക്കെ. നമ്മൾ ആദ്യ സ്നേഹം നഷ്ടപ്പെടുത്തി കളഞ്ഞു. നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ 1-2 കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രാർത്ഥനയുടെ ശക്തി നമുക്കറിയാലോ. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം, അവിടെ 8 മുതൽ 11 വരെയുള്ള വചനങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 11 വചനങ്ങളിലെ അമലേക്യരെ റെഫീദീമിൽ വന്ന് ദൈവജനത്തെ, ഇസ്രായേൽ ജനത്തെ ആക്രമിക്കുകയാണ്. 10-ാം വചനത്തിൽ മോശ പ്രവാചകൻ പറയും, ജോഷുവ, നീ ആളുകളെ തെരഞ്ഞെടുത്ത് യുദ്ധത്തിനായി പുറപ്പെടുക. ഞാൻ നാളെ
ദൈവത്തിന്റെ വടി കയ്യിലെടുത്ത് മലമുകളിൽ നിൽക്കും, എൻ്റെ ദൈവത്തിന്റെ മുൻപിൽ ഞാൻ നിൽക്കും. മോശ പറയാണ്, വീണ്ടും മോശ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്നപ്പോഴെല്ലാം ഇസ്രായേൽ വിജയിച്ചു കൊണ്ടിരുന്നു. കരങ്ങൾ താഴ്ത്തിയപ്പോൾ അമലേക്യർക്കായിരുന്നു വിജയം. ഒരു സെക്കൻഡ് നോക്കി, യുദ്ധത്തെ വിജയിപ്പിച്ചത്, യുദ്ധത്തെ നിയന്ത്രിച്ചത് ജോഷുവയുടെ യുദ്ധപാഠവുമോ ഇസ്രായേൽ ജനത്തിന്റെ ആയുധങ്ങളോ അവിടെ യുദ്ധമികവോ ഒന്നുമല്ല. മലമുകളിൽ മുട്ടുമടക്കി കൈവിരിച്ചു പ്രാർത്ഥിക്കുന്ന മോശയുടെ പ്രാർത്ഥനയാണ് യുദ്ധത്തെ നിയന്ത്രിച്ചത്. ഇതുപോലെയുള്ള മോശമാര് സഭയിൽ എഴുന്നേൽക്കണം. വന്യ വൈദികരെ, എന്റെ ബഹുമാനപ്പെട്ട വൈദികരെ, പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് 5000 ഇടവകകളുണ്ട് കേരള സഭയിലെ. 5000 ഇടവകള്. ഈ 5000 ഇടവകകളിൽ എല്ലാ ദിവസവും 1 മണിക്കൂർ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് കർത്താവിനെ ആരാധിച്ചാൽ, അധികം ആളുകളൊന്നും വേണ്ടാതെ, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട അച്ഛന്മാര് തന്നെ അറിയാവുന്ന 1-2 പേര് മതി. നമ്മൾ ആരാധിച്ചു കഴിഞ്ഞാൽ ഈശോ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സഭയെ, എൻ്റെ സമൂഹങ്ങളെ, എൻ്റെ കുടുംബങ്ങളെ ഞാൻ തഴച്ചു വളർത്തും. ശത്രുകരങ്ങളിൽ നിന്ന് ഞാൻ അവയെ പരിരക്ഷിക്കും. ഞാൻ അവയെ പൊതിഞ്ഞു നിൽക്കും. അവയ്ക്ക് ചുറ്റും തീമതിലായി, തീക്കോട്ടയായി അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ തന്നെ നിലയുറപ്പിക്കും. ഇത് കർത്താവിന്റെ വാഗ്ദാന, ജീവനുള്ള വാഗ്ദാന. അത്ഭുതങ്ങൾ ഇവിടെ നടക്കില്ലേ? ഈ സഭയെ ആക്രമിക്കുന്ന ശക്തികളൊക്കെ ചിതറിപ്പോവില്ലേ? കർത്താവിന്റെ ശക്തിയുടെ സാന്നിധ്യം സഭയിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഒരു തിന്മയ്ക്കും സഭയെ അടിക്കാൻ പറ്റത്തില്ല. ആർക്കും കൊട്ടിയിറങ്ങാവുന്ന ചെണ്ടയായി സഭ മാറില്ല. ദൈവമക്കളെ, ഇത് ചെയ്യണം. 5000 ഇടവകകളാ കേരള സഭയില്. 1 മണിക്കൂർ പോരെ, 10 മണിക്കൂർ വേണ്ട, 1 മണിക്കൂർ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെക്ക്, മുട്ടുമടക്ക്, മോശ പ്രവാചകനെ പോലെ കൈവിരിക്ക്. ദൈവം ജോഷുമാർ ഉയർത്തും. പ്രാർത്ഥന മാത്രം പോരാ. ഇപ്പോ നമുക്കറിയാം, അത് പ്രധാനപ്പെട്ടത്. അതുപോലെ നമ്മൾ ഡിഫെൻഡ് ചെയ്യണം. അതാണ് നമ്മൾ ജനത്തെ ബോധവൽക്കരിക്കുക. ബഹുമാനപ്പെട്ട വട്ടായിലച്ചൻ അതിശക്തമായി ലോകവ്യാപകമായി നടക്കുന്ന ക്രൈസ്തവ ആക്രമണങ്ങളെ കുറിച്ച് പറഞ്ഞു. നോബിളച്ചൻ, ഇന്നലെ ടിപ്പു സുൽത്താൻ, അത് ഇവിടെ പലപ്പോഴും ആ ചരിത്രമൊക്കെ മാറ്റിമറിച്ചിരിക്കുക. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്ന് ഇന്നലെ നോബിളച്ചനിലൂടെ കർത്താവ് നമ്മളെ ബോധ്യപ്പെടുത്തി. അർമേനിയ വംശഹത്യ, 15 ലക്ഷം ക്രൈസ്തവരെയാ കൊന്നുകുഴിച്ചു മൂടിയത്. ഇതൊന്നും മാധ്യമങ്ങൾ ലോകം പറയുന്നില്ല. ബോധവൽക്കരിച്ചു. റോയച്ചൻ ലോകവ്യാപകമായി നടക്കുന്ന ഇതുപോലെ മറ്റു പല പ്രശ്നങ്ങൾ, സഭയ്ക്കെതിരെ നടക്കുന്ന വിഷയങ്ങള്. അപ്പൊ ഇത് ശരിക്കും ഒരു പ്രതിരോധം സൃഷ്ടിക്കില്ല. ഇത് നമുക്ക് ആവശ്യമാണ്. ഇത് ജോഷുവെ പോലെ യുദ്ധം ചെയ്യാണ്. അപ്പൊ സഭയിൽ ഒരു പറ്റം ദൈവമക്കള് മോശയെ പോലെ മുട്ടുകുത്തി പരിത്യാഗം ചെയ്ത് ത്യാഗങ്ങൾ ഏറ്റെടുത്ത് സഹനങ്ങൾ കൃപകളായി സ്വീകരിച്ച് ജപമാല ചൊല്ലി കരുണക്കൊന്ത ചൊല്ലി കുർബാനയുടെ സന്നിധിയിൽ പരിത്യാഗമെടുത്ത് കൈവിരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യുദ്ധം ചെയ്യുന്ന ജോഷുവമാരിലൂടെ കർത്താവ് തന്റെ ജനത്തിന് വിജയം കൊടുക്കുകയും സംരക്ഷണം നൽകുകയും ചെയ്യും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതാ ഇന്ന് സംഭവിക്കേണ്ടത്. മോശയുടെ കൈകൾ ഉയർന്നപ്പോഴല്ല യുദ്ധം വിജയിച്ചു. ദൈവമക്കളെ, ഇന്ന് മോശമാരില്ല അധികം സഭയിൽ. അതാണ് നമ്മൾ തോറ്റുപോകുന്നത്. നമ്മൾ നശിപ്പിക്കപ്പെടുന്ന വസ്തുവായി മാറുന്നത്. ആർക്കും ചെണ്ട കൊട്ടാവുന്ന ചെണ്ടയായി തീരുന്നത്, ആർക്കും ദുഷിക്കാവുന്ന, ആർക്കും പരിഹസിക്കാവുന്ന ഒരിടമായി ഇന്ന് നമ്മുടെ സമുദായം മാറുന്നുണ്ടെങ്കിൽ മോശമാര് ഇല്ലാത്തതിന്റെ കുറവാണ്. കൈവിരിക്കാൻ ആളില്ല, വാചകമടിക്കാൻ ആൾക്കാരുണ്ട്, പ്ലാൻ ചെയ്യാൻ ആളുകളുണ്ട്, മീറ്റിംഗ് കൂടാൻ ആളുണ്ട്, ചർച്ച ചെയ്യാൻ ആളുണ്ട്. കർത്താവിന്റെ ഹൃദയത്തിന്റെ വേദന മനസ്സിലാക്കി, കർത്താവിന്റെ ചങ്കിന്റെ തുടിപ്പ് തിരിച്ചറിഞ്ഞ് കർത്താവിന്റെ സന്നിധിയില് മാപ്പ് ചോദിച്ച് അനുതപിച്ച് നിലവിളിച്ച് കൈവിരിച്ച് പ്രാർത്ഥിക്കാൻ സമർപ്പണമുള്ള മോശമാര് ഇന്ന് സഭയിൽ വളരെ 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 കുറവാണ്. അതിന്റെ പരാജയമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈശോ തിരിച്ചു വിളിക്കാൻ നമ്മളെ ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. യൂഥ്യത്തിന്റെ പുസ്തകം എന്ന് നമ്മളെ പഠിപ്പിക്കും. ഈ സത്യമല്ലേ? യൂഥ്യത്തിന്റെ പുസ്തകം
ആദാർ മാസം 13-ാം തീയതി പേർഷ്യൻ സാമ്രാജ്യത്തിലുള്ള എല്ലാ ദൈവജനത്തെ യഹൂദരെ കൊന്നെടുക്കാൻ പേർഷ്യൻ രാജാവായ അഹസ്വേരോസ് കൽപ്പന പുറപ്പെടുവിച്ചു. മൊർദെഖായിയുടെയും എസ്തേറിന്റെയും നേതൃത്വത്തിൽ ദൈവജനം 3 ദിവസം അവരൊന്നും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. കർത്താവിന്റെ സന്നിധിയിൽ അവർ മരണം മുന്നിൽ കാണുകയായിരുന്നു. ചങ്കുപൊട്ടി നിലവിളിച്ച്, കർത്താവേ രക്ഷിക്കണമേ, ഞങ്ങൾ ചെയ്ത അതിക്രമങ്ങളോട് മാപ്പ് തരണമേ, ഞങ്ങളെ രക്ഷിക്കണമേ, അലിവ് കാണിക്കണമേ. അനുതാപ ഹൃദയത്തോടെ നിലവിളിച്ച് പൊട്ടിക്കരഞ്ഞ് അവർ പ്രാർത്ഥിച്ചപ്പോൾ എന്താ ചെയ്തത്? ആ ചരിത്രമൊക്കെ നമുക്കറിയാം. ഇത് കഥയല്ല ദൈവമക്കളെ, കർത്താവ് തന്റെ ജനത്തിന് വേണ്ടി ഇടപെട്ട ചരിത്ര സംഭവങ്ങളായത്. ഈ കർത്താവ് ഇന്നും ജീവിക്കുന്ന ദൈവമല്ലേ? അവൻ തന്നെയല്ലേ നമ്മുടെ ദൈവം. കർത്താവിന്റെ ശക്തിക്ക് ഒരു ചോർച്ചയും വന്നിട്ടില്ല. പ്രശ്നം നമ്മൾ എവിടെ പ്രാർത്ഥിക്കുന്നു? നമുക്ക് പ്രാർത്ഥിക്കാൻ നേരമുണ്ടോ? നമുക്ക് ആരാധിക്കാൻ നേരമുണ്ടോ? നമുക്ക് ഉപവസിക്കാനും ത്യാഗമെടുക്കാനും പ്രായശ്ചിത്തം ചെയ്യാനുണ്ടോ സമയം? അത് തന്നെയാണ് നമ്മുടെ പരാജയവും നമ്മുടെ ക്ഷയവും നമ്മുടെ മൂല്യച്യുതിയും നമ്മുടെ തളർച്ചയും സർവനാശവും കൊണ്ടുവരുന്നത്. ഈ ഉദാസീനതയാണ്, ഈ മടിയും ഈ അലസതയും നമ്മുടെ മുൻഗണന മാറിപ്പോയതുമാണെന്ന് കർത്താവ് നമ്മളെ അറിയിക്കുകയാണ്. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവജനത്തെ നശിപ്പിക്കാമെന്ന് ശത്രുക്കൾ വ്യാമോഹിച്ച അതേ ദിവസം കർത്താവ് തന്റെ ജനത്തിന് അവരുടെ മേൽ വിജയം നൽകിയ ദിവസമാക്കി മാറ്റി. നമ്മുടെ കർത്താവ് സർവശക്തൻ. നമ്മൾ പാടുന്നില്ലേ, സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു, ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. സർവാധിപനും സർവശക്തനുമാണ് നമ്മുടെ കർത്താവ്. ഇത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. സർവാധിപനും സർവശക്തനുമായ ദൈവം. പ്രാർത്ഥനയ്ക്ക് വലിയ റിസൾട്ട് ഉണ്ട് ദൈവമക്കളെ. ഈശോ പറഞ്ഞു, വരാനിരിക്കുന്ന സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ. എന്താണ് സംഭവിക്കാനിരിക്കുന്നവ? തീവ്രവാദ ശക്തികള്, നിരീശ്വര ശക്തികള്, സെക്റ്റുകളുടെ ശക്തികള്, മാധ്യമ ശക്തികള്, പണശക്തികള്, രാഷ്ട്രീയ ശക്തികള്, അതുപോലെ പ്രകൃതിക്ഷോഭങ്ങള്, പകർച്ചവ്യാധികള്, മഹാമാരികള്, ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ കർത്താവ് തന്റെ സഭയോട് എന്താ പറഞ്ഞത്? സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. മുട്ടുമടക്കാൻ എത്ര പേരുണ്ട്? ഇതാ ഈശോയ്ക്ക് അറിയേണ്ടത്. പ്രസംഗിക്കാനും വാചക കസരത്ത് പറയാനും ചർച്ച ചെയ്യാനും ഇതൊക്കെ വേണം ദൈവമക്കളെ. പക്ഷെ ഫസ്റ്റ് പ്രയോറിറ്റി പ്രാർത്ഥനയ്ക്കാണ്. പ്രാർത്ഥനയില്ലാത്ത ചർച്ചകള് ഒരു കാര്യമില്ല. പ്രാർത്ഥനയില്ലാത്ത മീറ്റിങ്ങൾ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. പ്രാർത്ഥനയില്ലാത്ത കാരണം സഭ ഉത്ഭവിച്ചതിന് പ്രാർത്ഥനയാകുന്ന ഗർഭപാത്രത്തിൽ അമ്മ മാതാവും ശിഷ്യ സമൂഹം ഒരുമിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മ ഇറങ്ങി വന്നു. പെന്തക്കോസ്താ ദിവസം ആ പ്രാർത്ഥനയുടെ സമൂഹത്തിലാണ് സഭയെ കർത്താവ് ജന്മം നൽകുന്നത്. പ്രാർത്ഥന വേണ്ട വിധം വളരുന്ന ശുശ്രൂഷകൾക്ക് വേണ്ട വിധം പ്രാർത്ഥനയില്ലെങ്കിൽ അടിസ്ഥാനം തറയില്ലാതെ വീട് പണിതോണായിരിക്കും. ഇതാ ഇന്ന് നമ്മുടെ പല കൂട്ടായ്മകൾക്കും സമൂഹങ്ങൾക്കും നമ്മുടെ പല ഇടവകൾക്കൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ഈ ക്ഷയം, ഈ നമുക്ക് ആ ശക്തി നഷ്ടപ്പെട്ടു പോയതാണ് ദൈവമക്കളെ. എന്റെ അവസാന ഭാഗത്തോട്ട് വരികയാണ്. ഹല്ലേലൂയ. 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 മാനസാന്തരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. IS-ന് വേണ്ടി, ബൊക്കോഹറാം ഫുലാനികള് കേരളത്തിൽ ഇതുപോലെ സഭയെ പീഡിപ്പിക്കുന്നവരെ, സഭയെ ദ്രോഹിക്കുന്നവ മക്കള് സ്നേഹിച്ച് പ്രാർത്ഥിക്കുക. നമുക്ക് ആരോടും വെറുപ്പ് വേണ്ട. നമ്മുടെ ഈശോ പഠിപ്പിച്ച് സ്നേഹിച്ച് പ്രാർത്ഥിക്കുക, പരിത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുക, പ്രായശ്ചിത്തം ചെയ്ത് പ്രാർത്ഥിക്കുക. മാനസാന്തരത്തിന്റെ കൃപ അത്തരത്തിലുള്ള വ്യക്തികളിലേക്ക് പകർന്നു കൊടുക്കാൻ നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. മതിയായവനാണ് അവൻ. പരിത്യാഗെടുത്ത് പ്രാർത്ഥിക്കാൻ ഈ മിസ്പ 4 കർത്താവ് ആഹ്വാനം ചെയ്യുക. അനേകർ എഴുന്നേൽക്കണം,
എൻ്റെ സമർപ്പിതരെ, ഇനി അധികം നേരമില്ല. നമ്മൾ ഫൈനൽ അവറില, അവസാന മണിക്കൂറില. സമയം കളയാനില്ല. പ്രാർത്ഥിക്കുക. പ്രേ 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 പ്രേ. പരിത്യാഗമെടുക്ക്. സഭയ്ക്ക് വേണ്ടി, വൈദികർക്ക് വേണ്ടി, സമർപ്പിതർക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, സഭയെ ആക്രമിക്കുന്ന എല്ലാ ശക്തികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. രണ്ടാമത് മക്കളെ, ഈശോ പറയും, നമ്മൾ കർത്താവ് സഭയ്ക്ക് നൽകിയ മഹാദൗത്യമാണ് ഇവാഞ്ചലൈസേഷൻ, സുവിശേഷവൽക്കരണം. ഇന്ന് സഭ ഇതുപോലെ പീഡിപ്പിക്കപ്പെടുന്നുവെങ്കിൽ, സഭ ഇന്ന് വലിയ ദുരിതത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ അതിന് പ്രധാന കാരണം കർത്താവ് നൽകിയ ദൗത്യം മറന്ന് നമ്മൾ ജീവിക്കുകയാണ്. കർത്താവ് നൽകിയ ദൗത്യം മറന്ന് നമ്മൾ ജീവിക്കുക. ഇത് വലിയ നാശങ്ങൾ വരുത്തി വെക്കുന്നു, നമുക്ക് ദുരിതങ്ങൾ വരുത്തി വെക്കുന്നു. നമ്മളിത് തിരിച്ചറിയണം. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയെ നന്ദി. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 20-21 വചനങ്ങൾ, 1-2 വചനം കണ്ട് നമുക്ക് ആരാധന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കും. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 20-21 വചനങ്ങൾ എന്താ പറയുന്നത്? തിരുനാളിൽ ആരാധിക്കാൻ വന്നവരിൽ ഏതാനും ഗ്രീക്കുകാരും ഉണ്ടായിരുന്നു. ഇവർ ഗലീലായിലെ ബെത്സയിൽ നിന്നുള്ള ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, പ്രഭു, ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും ഒന്ന് ഉറക്കെ സ്വരം ഉയർത്തി പറഞ്ഞേ, ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. പറഞ്ഞേ, ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. അല്പം കൂടി സ്വരത്തിൽ പറഞ്ഞേ, ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ ലോകത്തിന്റെ നിലവിളി എന്തിനു വേണ്ടിയാ? യേശുവിനെ കാണുവാനാണ്. തീവ്രവാദികൾ എന്താ വിളിച്ചു പറയുന്നത്? നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങളെ അവർ കൊന്നെടുക്കുമ്പോൾ അവർ എന്താ വിളിച്ചു പറയുന്നത്? ഞങ്ങൾക്ക് യേശുവിനെ കാണിച്ചതാ, ഞങ്ങൾക്ക് ഈശോയെ കാണിച്ചതാ. നിരീശ്വരവാദികൾ എന്താ വിളിച്ചു പറയുന്നത്? ഞങ്ങൾക്ക് യേശുവിനെ കാണിച്ചതാ. ശക്തികാരെന്താ പറയുന്നത്? ഞങ്ങൾക്ക് യേശുവിനെ കാണിച്ചതാ. ഭൗതികവാദികൾ എന്താ പറയുന്നത്? ഞങ്ങൾക്ക് യേശുവിനെ കാണിച്ചതാ. ആരെ യേശുവിനെ കാണിച്ചു കൊടുക്കേണ്ടത്? യേശുവിനെ കണ്ട, യേശുവിനെ കേട്ട, യേശുവിനെ അനുഭവിച്ച ഞാനും നീയും യേശുവിനെ കാണിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ, യേശുവിനെ പകർന്നു കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ ലോകം എങ്ങനെ യേശുവിനെ കാണും? ഇതാ നമ്മുടെ കുഴപ്പം. കർത്താവ് നൽകിയ ദൗത്യം മറന്ന് നമ്മൾ മുന്നോട്ട് പോവുക. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? കർത്താവ് നാശത്തിന് വിട്ടുകൊടുക്കുകയാണ്. മാർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലെ അവിടെ അത്തിവൃക്ഷത്തിന് ഉപമ പറയുന്നുണ്ട്. കർത്താവിന് വിശന്നു, അത്തിയുടെ അടുത്ത് ചെന്നു. കർത്താവ് നോക്കിയപ്പോൾ ഇലകളല്ലാതെ ഫലം ഒന്നും കണ്ടില്ല. കർത്താവ് പറഞ്ഞു, ഇനിമേൽ ആരും നിന്നിൽ നിന്ന് ഭക്ഷിക്കാതിരിക്കട്ടെ. അപ്പൊ കർത്താവ് ആഗ്രഹിക്കുന്ന ഫലങ്ങള് യഥാകാലം യഥാസമയം കർത്താവിന് കൊടുക്കുന്ന സമൂഹങ്ങളെ കർത്താവ് വളർത്തും. സഭ അതിശക്തമായി വളരണമെങ്കിൽ ഇതാ ചെയ്യേണ്ടത്. കർത്താവ് സഭയിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഫ്രൂട്ട് അത് ഇവാഞ്ചലൈസേഷൻ ആണ്. ഈശോയുടെ വിശപ്പ് മാറ്റുവാൻ വിളിക്കപ്പെട്ടവരാ നമ്മള്. ഈശോയുടെ ദാഹം ശമിപ്പിക്കാൻ വിളിക്കപ്പെട്ടവരാ നമ്മള്. അത് ഞാനും നിങ്ങളും ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് വളർച്ചയല്ല ഉണ്ടാവുക, തളർച്ചയും ശൂന്യതയും നാശവുമായിരിക്കും. ദൈവമക്കളെ, ഇന്ന് നമ്മൾ കാണുന്ന കേൾക്കുന്ന ഈ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം നമ്മൾ ഇവാഞ്ചലൈസേഷൻ നടത്തുന്നില്ല, കർത്താവ് ഏൽപ്പിച്ച് ദൗത്യം ചെയ്യുന്നില്ല, യേശുവിനെ കൊടുക്കുന്നില്ല. യൂറോപ്പിലെ ആ റുവാണ്ടയിൽ നിന്നുള്ള ഒരു ബഹുമാനപ്പെട്ട അച്ഛൻ അഭയം കൊടുത്തതാണ്. അച്ഛനെ കഴുത്തിറന്ന് കൊന്നു, വെടിവെച്ച് കൊന്നു. നമ്മൾ ചിന്തിച്ചു നോക്കി. എന്നാൽ ഇവിടെ ഒരു മറുവശമുണ്ട്. ആ വന്യ വൈദികൻ തൻ്റെ കൂടെ ജോലിക്ക് നിന്നിരുന്ന ചെറുപ്പക്കാരനെ യേശുവിനെ കൊടുത്തിരുന്നുവെങ്കിൽ, വചനം കൊടുത്തിരുന്നുവെങ്കിൽ, അവനെ ഈശോനുഭവത്തിലേക്ക് നയിച്ചിരുന്നുവെങ്കിൽ ഈ ദാരുണ അന്ത്യം സംഭവിക്കില്ലായിരുന്നു. നമ്മുടെ ഒരു വിഷയം എന്താണെന്നറിയോ? അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, ഇങ്ങനെ മറ്റുള്ളവരെന്ത് വിചാരിക്കുന്ന ചിന്തിച്ച് കർത്താവ് എന്ത് വിചാരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. മറ്റുള്ളവരെ പ്ലീസ് ചെയ്യിപ്പിക്കാൻ കർത്താവ് ഏൽപ്പിച്ച ദൗത്യം മറന്ന് നമ്മൾ മുന്നോട്ട് പോവുക. പൗലോസിന്റെ വാക്കുകൾ മറക്കരുത്. സുവിശേഷം പ്രഘോഷിക്കാത്തവർക്ക് ദുരിതം. അത് വ്യക്തികളാണെങ്കിലും, കുടുംബങ്ങളാണെങ്കിലും, സമർപ്പിത സമൂഹങ്ങളാണെങ്കിലും, അത് സഭയാണെങ്കിലും, സുവിശേഷം പ്രഘോഷിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരെ, കർത്താവ് വിളിച്ചവരെ അത് വേണ്ട വിധം കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ നിർവഹിക്കുന്നില്ലെങ്കിൽ
ദുരിതമാണ്, നാശമാണ്, തകർച്ചയാണെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുക. അതുകൊണ്ട് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഏഷ്യയിലെ സഭയ്ക്ക് എഴുതിയ അപ്പോസ്തലിക ലേഖനത്തിൽ ബഹുമാനപ്പെട്ട വന്യവൈദികരോട് മാർപ്പാപ്പ പറഞ്ഞു, ഒരു പ്രവാചക ശബ്ദത്തോടെ നമുക്കതൊന്ന് ശ്രദ്ധിക്കാം. ഏഷ്യയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലാണ് മാർപ്പാപ്പ പറഞ്ഞത്, ഏഷ്യയിലെ ജനങ്ങൾ വൈദികരെ ജീവകാരുണ്യ പ്രവർത്തകരും സ്ഥാപനങ്ങളുടെ ഭരണകർത്താക്കളുമായി മാത്രം കാണരുത്, പിന്നെയോ പരിശുദ്ധാത്മാവിൻ്റെ ആഴമുള്ള കാര്യങ്ങളിൽ മനസ്സുകളും ഹൃദയങ്ങളും പതിപ്പിച്ചിട്ടുള്ള മനുഷ്യരായി കാണണം. ശ്രദ്ധിക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ വന്യവൈദികരെ, കർത്താവ് അറിയിക്കുകയാണ്. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുക, ജനങ്ങൾ വൈദികരെ ജീവകാരുണ്യ പ്രവർത്തകരും സ്ഥാപനങ്ങളുടെ ഡയറക്ടർമാര് ഭരണകർത്താക്കളായി മാത്രം കാണരുത്. അവർ പരിശുദ്ധാത്മാവിന്റെ അഭിഷേക മുദ്രയുള്ള, പരിശുദ്ധാത്മാവിന്റെ തീ സാന്നിധ്യമുള്ള ജീവിതങ്ങളായി ജനത്തിന് കാണുവാൻ കഴിയണം. യേശുവിനെ പ്രഘോഷിക്കുന്ന, ഈ ലോകത്തിന് യേശുവിനെ ധീരതയോടെ നൽകുന്ന, പരിശുദ്ധാത്മാവിന്റെ തീ പിടിച്ച തീപന്തങ്ങളായ മുദ്രയുള്ള വ്യക്തിത്വങ്ങളായി കർത്താവിന്റെ ജനത്തിന് വൈദികരെ കാണാൻ പറ്റണം. മുട്ടുമടക്കണം. എൻ്റെ വന്യവൈദികരെ ശക്തമായി പ്രാർത്ഥിക്കണം. ദിവികാരം എഴുന്നള്ളിച്ച് വെച്ച് 1 മണിക്കൂറെങ്കിലും അങ്ങനെ പറയുന്നത് പ്രാർത്ഥിക്കണം. 5000 ഇടവകൾ കേരള സഭയിലുണ്ട്. നമ്മൾ ഒരുമിച്ച് മുട്ടുമടക്കിയാൽ അത്ഭുതങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്യും. സമർപ്പിതരോട് മാർപ്പാപ്പ പറയാണ്, ബഹുമാനപ്പെട്ട എൻ്റെ അമ്മമാര് ശ്രദ്ധിക്കണം, നമ്മൾ ഇത് കണ്ടുന്ന അസ്വസ്ഥരാകരുത്. ഈ അനൈക്യവും ഈ അസ്വസ്ഥതകളും സഭയിൽ നടമാടുന്ന ചില വേദനകളൊക്കെ കണ്ട് അമ്മമാര് സമർപ്പിതരെ അസ്വസ്ഥരാകരുത്. ശക്തമായി പ്രാർത്ഥിക്കണം. പരിത്യാഗമെടുത്ത് ത്യാഗം സഹിച്ചു പ്രാർത്ഥിക്കണം. എന്താ മാർപ്പാപ്പ പറഞ്ഞത്? ദൈവ സാന്നിധ്യത്തെ പറ്റിയുള്ള ബോധം മിക്കപ്പോഴും മങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ സമർപ്പിതരായ വ്യക്തികൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിനും നിത്യജീവനും അവബോധമുളവാക്കുന്ന പ്രവാചക സാക്ഷ്യം നൽകണം. പ്രൊഫറ്റിക് വിറ്റ്നസ്. കർത്താവിനെ ധീരതയോടെ പ്രവാചക സാക്ഷ്യം നൽകണം. അതിനാ കർത്താവ് സമർപ്പിതയായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. അമ്മമാര് മറക്കരുത് കേട്ടോ. ലോകത്തിന്റെ ജോലികൾ ചെയ്ത് ജീവിതം അവസാനിപ്പിക്കാനല്ല. അതൊക്കെ സെക്കൻഡ് പ്രയോറിറ്റി അതിനുള്ളൂ. ഫസ്റ്റ് പ്രയോറിറ്റി കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുന്നത്, കർത്താവ് സമർപ്പിതയായിരിക്കുന്നത് ഈശോയെ പ്രവാചക സാക്ഷ്യം കൊടുക്കാനാണ്. ആത്മാക്കളെ രക്ഷിക്കാൻ, സഭയെ പടുത്തുയർത്താൻ, ഈശോയെ അറിയാത്ത ജീവിതങ്ങൾക്ക് ഈശോയുടെ സ്നേഹം പകർന്നു കൊടുക്കാൻ. അത് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ സമൂഹങ്ങൾ വളരില്ല, ദൈവവിളികൾ ഉണ്ടാവില്ല. വർഷങ്ങൾ കഴിയുമ്പോൾ യൂറോപ്പിൽ സംഭവിച്ചതുപോലെ ഇവിടെ സംഭവിക്കും. അമ്മമാരെ ശ്രദ്ധിക്കണം. അൽമായരോട് പറയുന്നുണ്ട്, മാമുദീസായിലൂടെ സൈലേപനത്തിലൂടെ എല്ലാ അൽമായരും പ്രേക്ഷിതരാണ്. നമ്മൾ ഇവാഞ്ചലൈസേഷൻ വിളിക്കപ്പെട്ടവരാ. കുടുംബമായി മുന്നോട്ട് വരണം. അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് ഒരു സമർപ്പണം നടത്തണം. ഈ സമയം കർത്താവിൻ്റെ മുൻപിൽ ഇവാഞ്ചലൈസേഷനായി പണം കൊണ്ട് സുവിശേഷ വേല ചെയ്യും, കഴിവ് കൊണ്ട്, സാധ്യതകൾ കൊണ്ട്, അവസരങ്ങൾ കൊണ്ട് ഇതെല്ലാം കർത്താവിൻ്റെ സഭയെ പടുത്തുയർത്താൻ ചെയ്യും. യുവജനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് മാർപ്പാപ്പ. യുവജനങ്ങൾ പ്രേക്ഷിത ദൗത്യത്തിൻ്റെ കാര്യക്ഷമതയുള്ള പ്രവർത്തകരാകണമെങ്കിൽ സഭ അവർക്ക് ഉചിതമായ അജപാലന ശ്രദ്ധ കൊടുക്കണം. അഭിനന്ദ പിതാക്കന്മാരും അന്യവൈദികരും നമ്മുടെ യുവജനങ്ങളെ ശ്രദ്ധിക്കണം. ഇന്ന് യുവജനങ്ങൾ തഴയപ്പെടുകയാ. അനേക യുവജനങ്ങളെ സങ്കടം എന്താണെന്നറിയോ? സഭ ഞങ്ങളെ ശ്രദ്ധിക്കുന്നില്ല, സഭ ഞങ്ങളെ കരുതുന്നില്ല, സഭ വേണ്ടത്ര പരിഗണന തരുന്നില്ല. അതുകൊണ്ട് സഭയിൽ നിന്ന്, സഭയുടെ സംവിധാനങ്ങളിൽ നിന്ന് നമ്മുടെ യുവജനങ്ങള്, നമ്മുടെ യുവമക്കള് അകന്നുകൊണ്ടിരിക്കുക. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയാ, സഭ വലിയ ശ്രദ്ധ യുവജനങ്ങൾക്ക് കൊടുക്കണം. സഭയുടെ മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരണം. കാരണം അവർ വളരെ എനർജിയുള്ളവരാ, വളരെ വൈബ്രന്റാ, ഒരുപാട് കഴിവുകളുള്ളവരാ. അവർ തീ പിടിച്ച ആത്മാക്കളായി കഴിഞ്ഞാലുണ്ടല്ലോ, അത് സഭയ്ക്ക് വലിയ അനുഗ്രഹമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. നമ്മൾ തുറന്നു വരുന്ന ആരാധന നമ്മൾ മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിക്കുക, അനുദപിച്ച് പ്രാർത്ഥിക്കണം. കർത്താവിനോട് കാണിച്ച് നിരന്തരമായ അനുസരണക്കേടുകൾ, അവിശ്വസ്തതകള്, സമർപ്പണമില്ലായ്മ, പ്രാർത്ഥനയില്ലായ്മ. പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ട ഒരു വേറെ പലതും എല്ലാം ചെയ്യും, പക്ഷെ പ്രാർത്ഥന മാത്രമില്ല, ആരാധനയില്ല, ഉപവാസമില്ല, പരിത്യാഗങ്ങളില്ല, പ്രായശ്ചിത്തങ്ങളില്ല.
ഇതൊക്കെ നിന്നുപോയി പലപ്പോഴും സഭയില്. അതുകൊണ്ട് സഭ ദുർബലയായിക്കൊണ്ടിരിക്കുന്നത്, സഭയുടെ മഹത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, സഭയിൽ പിശാച് കളകൾ വിതച്ചുകൊണ്ടിരിക്കുന്നത്. സഭയിൽ ധാരാളം പ്രായശ്ചിത്ത പ്രവർത്തികൾ ഉയരണം. ധാരാളം പരിത്യാഗ പ്രവർത്തികൾ സഭയിൽ ധാരാളം ഇനി ഉണ്ടാകണം. ആദ്യകാലത്ത് പോലെ മിണ്ടാമടങ്ങളിലൊക്കെ ഉണ്ട് ഇപ്പോഴും. മരുഭൂമിയിലെ താപസന്മാർ അതുപോലെ തപശരികളിരിക്കുന്നു വേണ്ട. അനുദിന ജീവിതത്തിലെ കൊച്ചു കൊച്ചു സഹനങ്ങള് നമ്മൾ സ്നേഹത്തോടെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് വലിയൊരു പരിത്യാഗ ദൈവമക്കളെ സഭയ്ക്ക് വേണ്ടി കാഴ്ചവെക്ക്. അഭിനന്ദ പിതാക്കന്മാർക്ക് വേണ്ടി, വൈദികരുടെ സമർപ്പിതരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, സഭയുടെ കെട്ടുറപ്പിന് വേണ്ടി, സഭയിൽ സ്നേഹവും ഐക്യവും ഉണ്ടാകാൻ വേണ്ടി, സമാധാനം ഉണ്ടാകാൻ, കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകാൻ, സഭ പരിരക്ഷിക്കപ്പെടാൻ നമ്മളങ്ങ് തീപിടിച്ച് പരിത്യാഗെടുത്ത് പ്രാർത്ഥിച്ച് സുവിശേഷ വേല ചെയ്ത് ഇവാഞ്ചലൈസേഷൻ ചെയ്ത് ബാക്കി കർത്താവ് നോക്കിക്കോളും. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഒന്ന് രണ്ട് കാര്യം പെട്ടെന്ന് നിങ്ങളെ ഒന്ന് അറിയിക്കുകയാണ് ദൈവമക്കളെ. നാളെ മുതൽ 3 ദിവസം നമ്മൾ പീഡിത സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പീഡിത സഭയോടൊപ്പം ലോകത്തിൽ വിവിധ ദിക്കുകളിൽ ഈശോയെ പ്രതി, വിശ്വാസത്തെ പ്രതി 10,000-കണക്കിന് നമ്മുടെ സഹോദരി സഹോദരങ്ങൾ പീഡനമേൽക്കുന്നു. അനേകർ വധിക്കപ്പെടുന്നു. അവരെ സ്നേഹിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഉത്തരവാദിത്തമാണ്. പീഡിത സഭയോടൊപ്പം 9 മുതൽ 11 വരെയുള്ള തീയതികളിലെ 3 ദിനങ്ങൾ ഇതേ സമയം 9 മണി മുതൽ 10:30 വരെ നമ്മൾ ഒരുമിച്ച് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് പീഡിത സഭയോടൊപ്പം നമ്മൾ അനേകരെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരണം. അപ്പനും അമ്മയും മക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ബഹുമാനപ്പെട്ട സമർപ്പിതരെല്ലാം പ്രാർത്ഥിക്കണം. വന്യ വൈദികർ പ്രാർത്ഥിക്കണം. സഭയിൽ ഈ ഒരു അഭിഷേകം കാട്ടുതീ പോലെ പടരണം. പീഡിത സഭയെ സ്നേഹിച്ച് പീഡിത സഭയ്ക്ക് വേണ്ടി മുട്ടുമടക്കി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വലിയ അഭിഷേകം നമ്മുടെ കുടുംബങ്ങളിലേക്കും സഭയിലേക്കും കർത്താവ് പകരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വിവരം ഈ ശുശ്രൂഷ സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. നാളെ 9 മണി മുതൽ 10:30 വരെ, സെപ്റ്റംബർ 9 മുതൽ 11 വരെയുള്ള ദിവസങ്ങളിൽ ഈ ശുശ്രൂഷ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ 11-ാം തീയതി, സെപ്റ്റംബർ 11-ാം തീയതി തിരുസഭയ്ക്ക് വേണ്ടിയുള്ള ശുശ്രൂഷ നമ്മൾ ആരംഭിക്കുകയാണ്. എല്ലാ മാസവും 2-ാം ശനിയാഴ്ച 11 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സഭയ്ക്ക് വേണ്ടി, സഭ നേരിടുന്ന വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പരിത്യാഗമെടുത്ത് നമ്മുടെ പ്രാർത്ഥനയാൽ സഭയെ ശക്തിപ്പെടുത്തുവാൻ അഭിനന്ദ പിതാക്കന്മാർക്ക്, വന്യ വൈദികർക്ക്, സമർപ്പിതർക്ക്, കുടുംബസ്ഥർക്ക്, ദൈവജനം മുഴുവന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. സാർവത്രിക സഭയ്ക്ക്, പ്രത്യേകിച്ച് കേരള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൃപയുടെ ശുശ്രൂഷയാണ്. പകൽ സമയമാണെങ്കിലും സെക്കൻഡ് സാറ്റർഡേ ആണ്. സാധിക്കുന്ന എല്ലാവരും നിങ്ങൾ പങ്കെടുത്ത് ഈ ശുശ്രൂഷയിൽ നമുക്ക് തീഷ്ണതയോടെ കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സെപ്റ്റംബർ 11-ാം തീയതി കാലത്ത് 11 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. ആരും ആ ഡേറ്റ് മറക്കരുത്, അത് ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. സെപ്റ്റംബർ 13 മുതൽ നമ്മൾ എല്ലാ മാസം 13-ാം തീയതി മരിയൻ ദിനമായി കൊണ്ടാടുകയും, മരിയൻ ദിനമായിട്ട് അമ്മ മാതാവിനോട് ചേർന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളും അതിലൂടെ ലഭിച്ച സന്ദേശങ്ങളൊക്കെ ധ്യാനിച്ച് 55 ദിവസം പ്രാർത്ഥനയാ ലോകത്തെ സ്പർശിക്കുന്ന ശുശ്രൂഷയുടെ ഒരു ഫോളോ പ്രോഗ്രാം ആയിട്ടാണ് അന്ത്യകാല പ്രവാചക എന്ന പേരിൽ അമ്മ മാതാവിനെ കൂട്ടുപിടിച്ച് അമ്മ മാതാവിനോട് ചേർന്ന് നമ്മൾ ലോകത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രത്യേക ശുശ്രൂഷയാണ് അന്ത്യകാല പ്രവാചക. എല്ലാ മാസവും 13-ാം തീയതി മരിയൻ ദിനമായി ശക്യന ന്യൂസ് ആചരിക്കുകയാണ്. ഞങ്ങളെല്ലാം കടന്നു വന്ന ഈ ആത്മീയ പ്രതലത്തിൽ നമുക്ക് ഒരുമിച്ച് നമ്മുടെ അമ്മയോടൊപ്പം ലോകത്തിനും സഭയ്ക്കും അതുപോലെ പാപികളെ മാനസാന്തരത്തിനും അസംഖ്യ ആത്മാക്കളെ നിത്യരക്ഷയ്ക്കുമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ആ ശുശ്രൂഷ അറിയിക്കുകയാണ്. സെപ്റ്റംബർ 12 മുതൽ 25 വരെ നിത്യതയെ ലക്ഷ്യമാക്കി, നിത്യജീവൻ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള 14 ദിവസം നീണ്ടു നിൽക്കുന്ന ശുശ്രൂഷയാണ്. മരണം, വിധി, തനത് വിധി, അന്ത്യവിധി, സ്വർഗം, ശുദ്ധീകരണ സ്ഥലം, നരകം, ശരീരത്തിൻ്റെ ഉയർപ്പ്, ഈ വിശ്വാസ സത്യങ്ങൾ വചനാടിസ്ഥാനത്തിൽ വിശുദ്ധാത്മാക്കളുടെ സാക്ഷ്യം കൊണ്ട്, സഭയുടെ പാരമ്പര്യം, മാർപ്പാപ്പന്മാരുടെ പേപ്പൽ ടീച്ചിങ്സ്, ഇതിനെ അതുപോലെ തന്നെ സഭയുടെ പ്രബോധനങ്ങൾ, ഇതെല്ലാം കൊടുത്തിണക്കിക്കൊണ്ടുള്ള അതിശക്തമായ ഒരു പ്രവചന ശുശ്രൂഷ തന്നെയാണ് നിത്യജീവൻ്റെ സുവിശേഷം എന്ന പേരിൽ 2 ആഴ്ചക്കാലം നിങ്ങളെല്ലാവരും ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇപ്പോൾ തന്നെ പ്രാർത്ഥിച്ചൊരുങ്ങണം. ഇത്രയും ശുശ്രൂഷ നിങ്ങൾ അറിയിച്ചു എന്ന് മാത്രം. നമുക്ക് ഒരുമിച്ച് പരിശുദ്ധ കുർബാന വിളിച്ച് വെച്ച് സഭയ്ക്ക് വേണ്ടി
അനുതപിച്ച് പ്രാർത്ഥിക്കുക. വന്നുപോയ എല്ലാ തെറ്റുകൾക്കും വേണ്ടി നമ്മൾ മാപ്പ് ചോദിക്കുക. ആ കർത്താവിനെ ആരാധിക്കാത്തവർക്ക് വേണ്ടി ആരാധിക്കുക, സ്നേഹിക്കാത്തവർക്ക് വേണ്ടി സ്നേഹിക്കുക, ഈശോയിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി വിശ്വസിക്കുക. നമുക്കൊരുമിച്ച് കർത്താവിന് മുമ്പിൽ മുട്ടുമടക്കി ആരാധന ശുശ്രൂഷയ്ക്കായിട്ടൊരുങ്ങാം. ഈശോയെ, എല്ലാവരും മുട്ടുകുത്തി എല്ലാ മക്കളും മുട്ടുകുത്തി. ഈശോയെ, ഈശോ, കൃപൊഴുക്കണമേ, കൃപൊഴുക്കണമേ, കൃപൊഴുക്കണമേ. ഈശോ, അഭിഷേകം, അഭിഷേകം, അഭിഷേകം ഒഴുകട്ടെ. അങ്ങേക്കാരാധന തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാ. അങ്ങേക്കാരാധന ആരാധന. ഈശോ, 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 ഇന്നു വന്നിടുവാൻ ഈശോയെ നന്ദി, ഈശോയെ നന്ദി. അങ്ങേക്കാരാധന. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് വളരെ വലിയ സ്നേഹത്തോടെ നമുക്ക് ഈശോയെ ആരാധിക്കാം. ഈശോയെ സ്നേഹിക്കുന്ന, ഈശോയെ ആരാധിക്കുന്ന, ബഹുമാനിക്കുന്ന എല്ലാ ഭവനങ്ങളെയും കൂട്ടായ്മകളെയും ഈശോ തഴച്ചു വളർത്തുമെന്നാണ് പറയുന്നത്. ഈശോയോടുള്ള ആരാധനയിൽ വളരണം. നമ്മൾ പരിശുദ്ധ കുർബാന ആരാധകരായിട്ട് മാറണം. അത് നമുക്ക് ലഹരിയാവണം. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് എല്ലാവരും ഇരു കരങ്ങളെ യാചനാപുരം തുറന്നു പിടിക്കുക, ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കുക. കർത്താവിന്റെ വാക്കുകൾ, എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. ആദ്യ സ്നേഹം നീ കൈവിടിഞ്ഞു. ഫസ്റ്റ് ലവ്, ആദ്യ സ്നേഹം, ആദ്യ സമർപ്പണം, നിനക്ക് എന്നോടുണ്ടായിരുന്ന ആദ്യ ബന്ധം, നിന്റെ ജീവിത വിശുദ്ധി, വിശ്വാസം, വിശ്വസ്തത, തീഷ്ണത, പ്രാർത്ഥനാ ജീവിതം നീ നഷ്ടപ്പെടുത്തി. നീ അത് കൈവെടിഞ്ഞു. കർത്താവ് പറയാൻ അനുതപിക്കുക. കരങ്ങൾ നീട്ടിപ്പിടിച്ച് നമ്മൾ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കണം. കർത്താവ് നൽകിയ മുന്നറിയിപ്പുകൾ അവഗണിച്ച് നമ്മള് നിരന്തരമായി കർത്താവിനോട് അനുസരണക്കേട് കാണിച്ചു. ഈശോ, പ്രാർത്ഥിക്കാൻ കർത്താവ് പലപ്പോഴും ആവശ്യപ്പെട്ടിട്ടും നമ്മൾ കർത്താവിനെ അനുസരിച്ചില്ല. വിശുദ്ധിയിൽ ജീവിക്കാൻ പലപ്പോഴും ഈശോ ആവശ്യപ്പെട്ടു, അനുസരിച്ചില്ല. കർത്താവിനെ സ്നേഹിക്കുവാൻ ആവശ്യപ്പെട്ടു, അനുസരിച്ചില്ല. ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ പലപ്പോഴും കർത്താവ് വിളിച്ചു, എന്നാൽ നമ്മൾ അതിനൊന്നും പലപ്പോഴും തയ്യാറായില്ല. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഇന്ന് പലപ്പോഴും നമ്മൾ കാണുന്ന ഈ സഭയിലാവട്ടെ, സമർപ്പിത സമൂഹങ്ങളാവട്ടെ, നമ്മുടെ കുടുംബങ്ങളിലാകട്ടെ, നമ്മൾ ഇന്ന് കാണുന്ന പല അപജയത്തിൻ്റെയും പ്രധാന കാരണം കർത്താവിനോട് നമ്മൾ കാണിച്ച നിരന്തരമായ അനുസരണക്കേടാണ്. ഈശോ, നമ്മുടെ അവിശ്വസ്തതകളാണ്, നമ്മുടെ ഉദാസീനതകളാണ്. പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ടവരെ അതുമാത്രം ചെയ്യുന്നില്ല, ബാക്കിയെല്ലാം ചെയ്യുന്നു. ആരാധിക്കാൻ കർത്താവ് തെരഞ്ഞെടുത്ത മക്കള്, അത് വന്യവൈദികരുണ്ട്, സമർപ്പിതരുണ്ട്, ആത്മായ ശുശ്രൂഷകരുണ്ട്, യുവജനങ്ങൾ, കുടുംബസ്ഥരുമുണ്ട്. പലപ്പോഴും ആരാധന മാത്രം നടത്തുന്നില്ല, ബാക്കി പലതും ചെയ്യുന്നു. ഈശോ സങ്കടപ്പെടുക. ഈശോ പറഞ്ഞില്ലേ, ഞാൻ എന്നെ ഒറ്റയ്ക്കാക്കി നിങ്ങൾ പോവുകയാണോ? എന്തുകൊണ്ട് നിങ്ങൾ എന്നെ ശ്രദ്ധിക്കാത്തത്? എന്തുകൊണ്ട് നിങ്ങൾ എന്നെ പരിഗണിക്കാത്തത്? എന്നോട് നിങ്ങൾ കാണിക്കുന്ന ഈ അശ്രദ്ധയും എന്നോട് കാണിക്കുന്ന നന്ദികേട് മൂലം പല ഭവനങ്ങള്, സന്യാസ ഭവനങ്ങള്, കുടുംബങ്ങള് അത് അധപതനത്തിന്റെ വക്കിലാണ്. അത് വളരുകയില്ല. പലപ്പോഴും നമ്മുടെ സഭയ്ക്ക് ഇതാ സംഭവിച്ചിരിക്കുന്നത്. ആരാധനയ്ക്കായി കർത്താവ് തെരഞ്ഞെടുത്തവരെ, പ്രാർത്ഥിക്കുവാനായി കർത്താവ് തെരഞ്ഞെടുത്തവരെ, പരിത്യാഗം ചെയ്യുവാൻ കർത്താവ് വിളിച്ചവരെ, ത്യാഗമെടുക്കുവാൻ കർത്താവ് തെരഞ്ഞെടുത്തവരെ, സഹിച്ച് സഹനങ്ങളെ കൃപകളായി അത് രക്ഷാകരമായി ഈശോയ്ക്ക് കാഴ്ചവെക്കുവാൻ ഈശോ തെരഞ്ഞെടുത്തവരെ അത് നിർവഹിക്കാതെ അതിൽ ഉദാസീനരായി ലോകാരൂപിയിലും സുഖാലുരൂപിയിലും
അവർ അലസരായി മാറുമ്പോൾ കർത്താവ് സങ്കടപ്പെടുകയാണ്. ഇരുകരങ്ങൾ നീട്ടിപ്പിടിച്ച് കർത്താവെ തെറ്റിപ്പോയി, മാപ്പാക്കണമേ, മാപ്പ് ചോദിക്കുന്നു, മാപ്പ് അപേക്ഷിക്കുക, ചങ്കുപൊട്ടി വിളിക്കുക, അനുദപിക്കുക. 3 പ്രാവശ്യം ഈശോയുടെ തിരുമുഖത്ത് കണ്ണുറപ്പിച്ച് സ്നേഹത്തോടൊന്ന് വിളിച്ച് ഈശോയെ, ഈശോ, 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 ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുണയ്ക്ക് വേണ്ടി നിലവിളിച്ച് കരുണ കാണിക്കണം കർത്താവേ, കരുണ ചൊരിയണം കർത്താവേ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ചെയ്തുപോയ അനുസരണക്കേടുകളെ ഓർത്ത് കർത്താവേ കനിയേണമേ. ചങ്കുപൊട്ടി പറഞ്ഞ് ഈശോ, കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ പരിരക്ഷിക്കണമേ, ഐക്യം തരണമേ, സ്നേഹം തരണമേ. ഞങ്ങളിൽ കനിയേണമേ. കർത്താവിനോടും കർത്താവ് നൽകിയിരിക്കുന്ന അധികാരികളോടും കാണിച്ച അനുസരണക്കേടുകള്, വിധേയത്വമില്ലായ്മകള്, ഇതുമൂലം ഒരുപാട് നാശം വന്നിട്ടുണ്ട്. നമ്മുടെ അഭിഷേകം മങ്ങിപ്പോയിട്ടുണ്ട്. പലപ്പോഴും തകർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കരുത്ത് അതിന് ക്ഷയം സംഭവിച്ചു. കർത്താവിൽ കരകൾ നീട്ടിപ്പിടിക്കും, മുട്ടുകുത്തി ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കേണ്ട സഹോദരി സഹോദരങ്ങളെ, ചങ്കുപൊട്ടി നിലവിളിക്ക്, സഭയ്ക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കേ, വന്യവൈദികർക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കേ, സമർപ്പിതർക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കേ. ഈശോ, ആത്മായ സഹോദരങ്ങൾക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കേ. കർത്താവിനെ നോക്കിക്കൊണ്ട് പറയാം, കരുണയ്ക്കായി യാചിക്കുന്ന കർത്താവേ, കരുണയ്ക്കായി ഈശോ, ഈശോ, ഈശോ. കൃപ ഒഴുക്കണമേ, കൃപ ഒഴുക്കണമേ, കൃപ ഒഴുക്കണമേ, കൃപ ഒഴുക്കണമേ, കൃപ ഒഴുക്കണമേ കർത്താവേ, കൃപ ഒഴുക്കണമേ ഈശോ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഗ്ലോറി, 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 ഗ്ലോറി കർത്താവേ. ഞങ്ങളിൽ കനിയേണമേ. ജീവിത വിശുദ്ധി നഷ്ടപ്പെടുത്തി കളഞ്ഞു നമ്മള്. കർത്താവിന്റെ പരിശുദ്ധിയിൽ ജീവിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടവർ, വിളിക്കപ്പെട്ടവരെ ലോകത്തിന്റെ അരൂപിയിൽപ്പെട്ട്, സുഖാരൂപിയിൽപ്പെട്ട് ഈശോ പലപ്പോഴും താക്കീത് കൊടുത്തു, മുന്നറിയിപ്പ് കൊടുത്തു. അതൊക്കെ അവഗണിച്ചുകൊണ്ട് വിശുദ്ധി നഷ്ടപ്പെടുത്തിയവര്, അതിന് വന്യവൈദികരുണ്ടാകാം, സമർപ്പിതരുണ്ടാകാം, അൽമായ സഹോദരങ്ങൾ, കുടുംബസ്ഥർ, യുവജനങ്ങൾ, നമ്മൾ ഇവർക്കൊക്കെ വേണ്ടി മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിനുവിൽ കരങ്ങൾ ഉയർത്തിപ്പിടി, എല്ലാവരും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവ്, ഇതുകൊണ്ടൊക്കെ എന്ത് സംഭവിച്ചു? ദൈവ സാന്നിധ്യം മങ്ങിപ്പോയി. കർത്താവിന്റെ ശക്തി, കർത്താവിന്റെ ശക്തിയുടെ സാന്നിധ്യം നമ്മുടെ സമൂഹങ്ങളിൽ നിന്ന് മങ്ങിപ്പോയി. അതുകൊണ്ട് തിന്മകൾ ആഞ്ഞടിക്കുന്നു, അന്ധകാര ശക്തികൾ ആക്രമിക്കുന്നു, തീവ്രവാദ ശക്തികള് നമ്മുടെ നാശത്തിന് വേണ്ടി കൊതിക്കുന്നു. എന്താ കാരണം? നമ്മുടെ ബലം ചോർന്നു പോയി, നമ്മുടെ ശക്തി കെട്ടുപോയി. കർത്താവിനോട് പറയാം, കർത്താവേ, വീണ്ടും ഞങ്ങളെ പുനരുദ്ധരിക്കണമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. ജീവിത വിശുദ്ധി, വിശ്വസ്തത, വിശ്വാസം നൽകണമേ. ഈ മേഖലകളിൽ സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളെ ഓർത്ത്, ഈ മേഖല സംഭവിച്ചു പോയ എല്ലാ അശുദ്ധികളെ ഓർത്ത് കർത്താവേ, അനുസരണക്കേടുകളെ ഓർത്ത്, അവിശ്വസ്തതകളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. കരമുയർത്തി 3 പ്രാവശ്യം വിളിച്ച് ഈശോയെ, മാപ്പ് തരണമേ, മാപ്പ് തരണമേ, കൃപ തരണമേ, ബലം നൽകണമേ, ശക്തിപ്പെടുത്തണമേ. ഈശോ, ഈശോ, ഈശോ. വീണ്ടും എന്നിൽ വിശുദ്ധി പകരാൻ നീ വരുന്നുവോ? വീണ്ടും എൻ്റെ പാപമെല്ലാം നീ മറന്നുവോ? ബോധപൂർവം ചെയ്ത തെറ്റുകൾ അഖിലം അലിവോടെ ക്ഷമിച്ചു സൗഖ്യം നൽകുവാനായി ബോധപൂർവം കർത്താവിനെ സങ്കടപ്പെടുത്തിയ, ബോധപൂർവം കർത്താവിനെ വേദനിപ്പിച്ച, ബോധപൂർവം ഈശോയുടെ അനുസരണക്കേട് കാണിച്ച, ബോധപൂർവം ഈശോയെ തള്ളിക്കളഞ്ഞ, ബോധപൂർവം ഈശോയുടെ ഹൃദയത്തെ മുറിപ്പെടുത്തിയ എല്ലാ സാഹചര്യങ്ങളെ ഓർത്ത്, അനുഭവങ്ങളെ ഓർത്ത് മാപ്പ് ചോദിച്ച് കരങ്ങൾ ഉയർത്തി ചങ്കുപൊട്ടി വിളിച്ച് ഈശോയെ, യേശുവേ, കർത്താവേ, കൃപ വർഷിക്കണമേ, സഭയെ പുനരുദ്ധരിക്കണമേ,
സമൂഹങ്ങളെ പുനരുദ്ധരിക്കണമേ കർത്താവേ. കുടുംബങ്ങളെ കൃപയാൽ പുനരുദ്ധരിക്കണമേ യേശുവേ ഈശോ 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 യേശുവേ ഈശോ ഈശോയേ യേശുവേ നന്ദി യേശുവേ സ്തോത്രം. ഒരിക്കൽ കൂടെ വലതുകരം ഉയർത്തി എല്ലാ തീവ്രവാദ ശക്തികൾക്കായി പ്രാർത്ഥിക്കുക. സഭയെ പീഡിപ്പിക്കുന്ന, സഭയുടെ നാശം ആഗ്രഹിക്കുന്ന, സഭയെ നശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ തീവ്രവാദ പ്രസ്ഥാനങ്ങളും, മതതീവ്രവാദികള്, ഇസ്ലാം തീവ്രവാദികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിരീശ്വരവാദികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പലവിധ സെക്റ്റുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർ പരിശുദ്ധാത്മാവിൽ നിറയട്ടെ, മാനസാന്തരം ഉണ്ടാവട്ടെ, അഭിഷേകം ഉണ്ടാവട്ടെ, ദൈവസ്നേഹം കൊണ്ട് നിറയപ്പെടട്ടെ. സഭയുടെ നാശം ആഗ്രഹിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സഭയ്ക്ക് അകത്ത് നിന്ന് സഭയെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സഭയുടെ അകത്ത് നിന്ന് സഭയെ കുത്തുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നിറയട്ടെ, അവരിൽ കൃപ നിറയട്ടെ. വന്യ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സമർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കുടുംബസ്ഥർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സഭയിൽ ഐക്യമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക, സഭയുടെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, സഭയുടെ കെട്ടുറപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുക, സഭയിൽ പരിശുദ്ധാത്മാവിന്റെ തീ കത്താൻ വേണ്ടി പ്രാർത്ഥിക്കുക. വലതുകരം ഉയർത്തി ഈ നിയോഗങ്ങൾക്കായി കർത്താവിനെ വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയേ, ഈശോ 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 ഈശോ. എല്ലാവരും ഒരുമിച്ച് വിളിച്ച്, ചങ്കുപൊട്ടി വിളിച്ച്, ഈശോയേ കൃപൊഴിക്കണമേ, 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 കൃപൊഴിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം പകരണമേ, അഭിഷേകം പകരണമേ, അഭിഷേകം പകരണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഒരു സെക്കൻഡ് നമ്മൾ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ പോകുകയാണ്. മുട്ടുകുത്തി നിൽക്കുന്നവരൊക്കെ ഒന്ന് കരങ്ങൾ കോർത്ത് പിടിച്ച് ഒരു സമർപ്പണം നടത്തുക. ഇനി പ്രാർത്ഥനയും പരിത്യാഗവും ആരാധനയും പ്രായശ്ചിത്ത പ്രവർത്തികളും പരിഹാര പ്രവർത്തികളും നമ്മൾ ഈ നിയോഗങ്ങൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, വൈദികർക്ക് വേണ്ടി, സമർപ്പിതർക്ക് വേണ്ടി കാഴ്ചവെക്കണം. സഭ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ കാണിച്ച അനുസരണക്കേടുകൾക്കൊക്കെ വേണ്ടി മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കണം. ധാരാളം നമ്മൾ അനുദപിച്ച് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കണം. കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കണം. 10,000 ഈ കൃപയിൽ ഉണർന്നാൽ വരും ദിനങ്ങളിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ പരിശുദ്ധാത്മ സഭയിൽ സൃഷ്ടിക്കും. ഹല്ലേലൂയ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ സമർപ്പണം നടത്തുകയാണ്. പ്രാർത്ഥിക്കുവാൻ, പരിത്യാഗമെടുക്കാൻ, ദിവ്യകാരുണ്യമായി ഈശോയെ ആരാധിക്കാൻ വന്യ വൈദികരെ തീരുമാനമെടുത്ത് സമർപ്പിക്കണം. സമർപ്പിതരെ സമർപ്പിക്കണം. ഒറ്റയ്ക്കും അതുപോലെ സമൂഹമായും കൂട്ടായ്മയായി നിങ്ങൾ പ്രാർത്ഥിക്കണം. അൽമായർ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ധാരാളം നമ്മൾ ആരാധിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ഈശോയെ നമ്മൾ തീരുമാനമെടുക്കുക. ഒപ്പം സുവിശേഷവൽക്കരണം, കർത്താവിന്റെ മിഷന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈശോയെ അറിയാത്ത മക്കൾ ഈശോയെ അറിയണം. തീവ്രവാദ സംഘടനകൾ ഈശോയെ അറിയണം. മാനസാന്തര അനുഭവം ഉണ്ടാവണം. സാവൂൾ പൗലോസ് ആയതുപോലെ സഭയെ ദ്രോഹിക്കുന്ന മക്കളെല്ലാം ഈശോയെ കണ്ടുമുട്ടണം. അവർ ഈശോയുടെ സ്നേഹം കൊണ്ട് നിറയണം. പല വിധത്തിൽ സഭയുടെ നാശത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവര് മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയയിലൂടെ, അതുപോലെ തന്നെ ഭീകര പ്രവർത്തനങ്ങളിലൂടെ, തീവ്രവാദ പ്രവർത്തനങ്ങളിലൂടെ കർത്താവിന്റെ ജനത്തിന്റെ നാശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സകലരും അവര് കർത്താവിനെ കണ്ടുമുട്ടാൻ, ഈശോയുടെ സ്നേഹം കൊണ്ട് നിറയാൻ തീരുമാനമെടുത്ത കരങ്ങൾ കോർത്ത് പിടിച്ച് ഈ വരികൾ മാത്രം ഒന്ന് പാടുന്നു. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. ഒരുമിച്ച് സർവവും ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. കേരള സഭയോട്, സഭാമക്കളായ നമ്മോട് കർത്താവ് തരുന്ന പ്രധാനപ്പെട്ട 2 ആലോചന. ഒന്ന്, പ്രാർത്ഥന, പരിത്യാഗം, പ്രായശ്ചിത്തം, സഭയുടെ വളർച്ചയ്ക്കും കെട്ടുറപ്പിനും വേണ്ടി. 2, ഈശോയെ അറിയാത്ത, സഭയെ അറിയാത്ത മക്കൾ അവർ സുവിശേഷവൽക്കരിക്കപ്പെടാൻ, ഇവാഞ്ചലൈസ് ചെയ്യപ്പെടാൻ, അവർ ഈശോയുടെ സ്നേഹത്തിൽ, ദൈവസ്നേഹത്തിൽ നിറയാൻ, സുവിശേഷവൽക്കരണത്തിലേക്ക്, ഇവാഞ്ചലൈസേഷനിലേക്ക് കടന്നു വരണം. ഈ 2 ആലോചനകളാണ് ഈശോ തരുന്നത്. നമുക്ക് നന്ദി പറഞ്ഞ് മുട്ടുമടക്കി കരങ്ങൾ കൂപ്പി കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ ദൈവമക്കളെ
നമ്മുടെ കുടുംബങ്ങളെ, സമൂഹങ്ങളെ, കൂട്ടായ്മയെ, സഭയെ കർത്താവ് ആശീർവദിക്കുന്ന സമയം കരങ്ങൾ കൂപ്പി ശിരസ്സ് നമിച്ച് ഈശോ നൽകുന്ന ആശീർവാദം സ്വീകരിക്കുന്നു. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ. കരങ്ങൾ കൂപ്പി ശിരസ്സ് നമിച്ച് സാധിക്കുന്നവരെ, പറ്റുന്നവരൊക്കെ സാഷ്ടാംഗം പ്രണമിച്ച് പ്രാർത്ഥിക്കുക, തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുക. ഞാൻ പ്രാർത്ഥിക്കും, കൂടുതൽ കൂടുതൽ പരിത്യാഗം ചെയ്യും, പ്രായശ്ചിത്തം ചെയ്ത് പ്രാർത്ഥിക്കും. ഈശോയെ അറിയാത്ത മക്കൾ ഈശോയെ കണ്ടുമുട്ടുവാൻ വേണ്ടി ഞാൻ അധ്വാനിക്കും, ഞാൻ പ്രേക്ഷിത വേല ചെയ്യും, ഞാൻ അവർക്ക് വേണ്ടി പരിത്യാഗമെടുത്ത് പ്രാർത്ഥിക്കും. ഈശോയെ കൃപ തരണമേ, കൃപ തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭയെ അനുഗ്രഹിക്കണമേ, സഭാ സമൂഹങ്ങളെ അനുഗ്രഹിക്കണമേ, സഭയുടെ കൂട്ടായ്മകൾ അനുഗ്രഹിക്കണമേ, സഭയ്ക്ക് ഐക്യം നൽകണമേ, സഭയ്ക്ക് സമാധാനം വരുത്തണമേ, സഭയിൽ സ്നേഹം വർദ്ധിപ്പിക്കണമേ, കൂട്ടായ്മ വർദ്ധിപ്പിക്കണമേ. അനൈക്യത്തിന്റെയും ഭിന്നതയുടെയും തിന്മയുടെ ശക്തികളെ കർത്താവേ പിഴുതു കളയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ അവിടുത്തെ വൈദികരെ, സമർപ്പിതരെ, കുടുംബസ്ഥരെ, യുവജനങ്ങളെ അവിടുന്ന് അഭിഷേകത്താൽ ഉജ്ജ്വലിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.